നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ശത്രുക്കളുടെ ശത്രുക്കളുടെ എണ്ണം കൂടി കൂടി വരികയാണ്. നമ്മൾ എത്ര ന്യായമായി ഏത് കാര്യം പറഞ്ഞാലും നമ്മളെ ശത്രുവായി കാണുന്ന ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ള കൂടുതൽ പേര്. ഞാൻ ഈ യൂട്യൂബൊക്കെ വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായി. മറുനാടൻ സാജൻ സംസാരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായി. പക്ഷെ ക്രമേണ കണ്ടു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ രണ്ടുപേരും വെറും CPM വിരോധികളാണ്. അല്ലെങ്കിൽ പിണറായി വിരോധികളാണ്. ഏത് കാര്യത്തെയും വക്രീകരിച്ച് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നവരാണ്. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റുന്നതാണ്, ഞാനിപ്പോൾ ജയശങ്കറിൻ്റെയോ സാജന്റെയോ ഒരു പ്രോഗ്രാമും കാണില്ല. നമ്മുടെ മംഗളത്തിൽ വാർത്ത വായിച്ചിരുന്ന പ്രദീപ് മരിച്ചപ്പോൾ ആക്സിഡന്റിൽ ലോറി ആക്സിഡന്റ് മരിച്ചല്ലോ. ഞാൻ പ്രദീപിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ സാജൻ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ പോയി പരിചയപ്പെടാനൊന്നും പോയില്ല. കാരണം വേണ്ട, നമുക്ക് പറ്റിയ ആളുകളല്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. വലിയ ഒരുപാട് വ്യൂവേഴ്സുള്ള, മാസം ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ 10-80 ലക്ഷം രൂപ വരുമാനമുള്ള ആളൊക്കെയാണ് സാജൻ. നമ്മൾ ചൊക്കട്ട എന്തോന്ന്. അങ്ങനെ അവരോട് ഒന്നും പോയി സംസാരിക്കാനുള്ള അത്ര യോഗ്യതയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ആദ്യമായിട്ടാണ് സാജൻ പ്രധാന കഥാപാത്രമായി വരുന്നൊരു എപ്പിസോഡ് ചെയ്യുന്നത്. സാജന് സിനിമയുമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷേ അദ്ദേഹം കൂടെ സിനിമ അധിഷ്ഠിത പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരാൾ അയച്ചു തന്ന അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പിംഗ്സ് എന്ന് പറയുന്നത്, ദിലീപിന്റെ വലം കൈയായി വർഷങ്ങളോളം നടക്കുകയും ദിലീപ് ഒരു കേസിൽ പെടുമ്പോൾ ദിലീപിന് വേണ്ടി ഏതെല്ലാം സോഴ്സുകൾ ഉപയോഗിക്കാമോ ആ സോഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ദിലീപിനെ രക്ഷപ്പെടുത്താൻ അഹോരാത്രം പണിയെടുക്കുകയും അവസാനം ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങി അതിന്റെ ആഘോഷത്തിനും എറണാകുളത്ത് വീട്ടിൽ പോയി ദിവസങ്ങളോളം താമസിച്ച് ആടിച്ചു പൊളിച്ച് ദിലീപിന്റെ കൂടെ നിൽക്കുകയും, പക്ഷേ ദിലീപ് ഒരു ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന പിക് പോക്കറ്റ് എന്ന് പറഞ്ഞ സിനിമ നടക്കാതെ പോവുക വാസ്തവത്തിൽ കള്ളമാണ് പറയുന്നത്. എന്നോട് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പഴയ പരിചയക്കാരൻ, സുഹൃത്തൊന്നുമല്ല, ബാലചന്ദ്രകുമാർ എന്നോട് പറഞ്ഞത്, ഒരു 2 പടം കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അത് പറ്റില്ല, എനിക്ക് എൻ്റെ പടം ആദ്യം ചെയ്യണമെന്ന് ഇയാൾ വാശി പിടിക്കുകയും. ബാലേന്ദ്രകുമാറിനൊക്കെ മാറ്റി പറയാം, ഞാൻ മാറ്റി പറയില്ലോ. എന്നോട് ബാലേന്ദ്രകുമാർ പറഞ്ഞു 2 പടം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ദിനേശ് ചേട്ടാ ഒന്ന് സംസാരിക്കണം, അടുത്ത് ചെയ്യുന്ന പ്രോജക്റ്റ് എൻ്റെതായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചില കളികൾ കളിക്കും എന്നെന്താ പറഞ്ഞപ്പോൾ എനിക്ക് ഈ എന്താണ് കളി കളിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. അഥവാ കളിച്ചാൽ തന്നെ എനിക്കെന്താ, ദിലീപന്റെ മച്ചമ്പി അല്ലല്ലോ. പക്ഷേ ബാലചന്ദ്രകുമാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ദിലീപുമായിട്ട് സംസാരിച്ചു. അപ്പൊ ദിലീപ് എന്നോട് പറഞ്ഞത്, ഭായി എൻ്റെ അടുത്തടുത്ത് 2-3 പടങ്ങൾ വീണുപോയി, ഓടാൻ പറ്റുന്ന 1-2 സിനിമകൾ ചെയ്ത് ഞാനൊന്ന് പിടിച്ചു നിന്ന ശേഷം തീർച്ചയായിട്ടും ബാലേന്ദ്രകുമാറിന്റെ ചെയ്യാം, ഉറപ്പായിട്ടും ഞാൻ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞാണ് എന്തായാലും ദിലീപ്. ഞാൻ ആ വിവരം ബാലേന്ദ്രകുമാറിനോട് പറയുകയും ചെയ്തു. അല്ല അത് പറ്റില്ല, അടുത്ത പടം എനിക്ക് ഡേറ്റ് തന്നില്ല എങ്കിൽ എനിക്ക് ആ പ്രോജക്റ്റ് വേണ്ട, ഞാൻ സിനിമ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കൊരു 10-27 വർഷം മുമ്പ് ബാലേന്ദ്രകുമാറിനെ അറിയാം. ഞാൻ വലയം എന്ന് പറഞ്ഞ സീരിയൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു തല്ലിപ്പൊളി അംബാസഡർ കാറുമായിട്ട് ഒരു സന്ധ്യയ്ക്ക് എന്നെ കാണാൻ വിഴിഞ്ഞത്ത് ബദനി ഹൗസിൽ വരികയും, ഈ കാർ സെറ്റിൽ ഓടാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അയാൾക്ക് 10 പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രൊഡക്ഷൻ മാനേജരോട് സംസാരിച്ചപ്പോൾ, ഇപ്പം നിൽക്കുന്ന ഒരു കാറിനെയും മാറ്റാൻ പറ്റില്ല, ആ കാറിൽ ഏതെങ്കിലും മാറുകയാണെങ്കിൽ നമുക്ക് പകരം എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബാലേന്ദ്രകുമാറിനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കാണുന്നത് ചാനൽ ചർച്ചകളിൽ ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിക്കുന്നു, ദിനേശ് ചേട്ടാ എന്നെ അറിയോ, എൻ്റെ പേര് ബാലചന്ദ്രകുമാർ. ഞാൻ പറഞ്ഞു, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളൊരു 10-27 വർഷം മുമ്പ് ഞാൻ വലയം എടുക്കുന്ന സമയത്ത് ഒരു വെള്ള അംബാസഡർ കാറുമായിട്ട് ഒരു സന്ധ്യയ്ക്ക് എന്നെ കാണാൻ വന്നില്ലേ ബദനി ഹൗസിൽ എന്ന്. ശരിക്കും പറഞ്ഞാൽ ബാലേന്ദ്രകുമാർ തകർന്നുപോയി. കാരണം 27 വർഷം മുമ്പുള്ള ബാലചന്ദ്രകുമാർ എന്നെ കാണാൻ വന്നത് ഞാൻ 27 വർഷം കഴിഞ്ഞും സൂക്ഷിച്ചു വെച്ചിരുന്നു, ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ അയാൾ ഭയങ്കര സന്തോഷത്തോടെ, അയ്യോ ഇത് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒന്നും ഓർത്ത് വെക്കില്ല ചേട്ടാ എന്ന് പറഞ്ഞു. ചേട്ടാ എന്ത് ബാലേന്ദ്രകുമാറെ വിളിച്ചത്? ചേട്ടാ ദിലീപ് സാറിന് വേണ്ടി, സാറെന്നാണ് വിളിക്കുന്നത്, ദിലീപ് സാറിന് വേണ്ടി ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളും എല്ലാം കൂടി ആ പാവം മനുഷ്യനെ, ആ നിരപരാധിയായ മനുഷ്യനെ കൊത്തിപ്പറിക്കുമ്പോൾ, ചേട്ടാ നിങ്ങൾ ഒരാളെങ്കിലും, സാറെങ്കിലും, സാറല്ല എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്, ആ മനുഷ്യന് വേണ്ടി നിന്നില്ലേ എന്ന് പറഞ്ഞു. പിന്നെ നിരന്തരമായി എന്നെ വിളിക്കും.
ഞാൻ മനോരമയിലെ ലൈവിൽ വാർത്തയിൽ പങ്കെടുക്കുകയാണെങ്കിൽ വാർത്ത കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ മനോരമയുടെ മുമ്പ് വന്ന് നിൽക്കും. അതുപോലെ ഏത് പത്രസ്ഥാപനത്തിൽ എൻ്റെ ലൈവിൽ ഞാൻ നിൽക്കുകയാണോ അതിൻ്റെ വെളിയിൽ വന്ന് നിൽക്കും. ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ താഴെ വന്ന് നിൽക്കും. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മനോരമയിലെ ലൈവ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ പാളയംകടം കുറിയൊക്കെ അടിച്ചു ഒരു ഇലയായിട്ട് നിൽക്കുന്നു. എന്നിട്ട് എവിടെ പോയി ബാലേന്ദ്രകുമാർ? ഞാൻ കരിക്കോ അമ്പലത്തിൽ ദിലീപ് സാറിന് വേണ്ടി ശത്രുസംഹാര പൂജ കഴിക്കാൻ പോയിട്ട് വരികയാണ്. ഒന്നും സംഭവിക്കില്ല ദിനേശേട്ടാ. ദിലീപ് സാർ ധൈര്യപൂർവ്വം ഇറങ്ങി വരും. ഒരു തെളിവും അദ്ദേഹത്തിന്റെ പേരിൽ ഹാജരാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം നിരപരാധിയാണ് ചേട്ടാ. ഞാൻ സത്യസന്ധമായാണ് വീണ്ടും പറയുന്നത്, അല്ലാതെ ദിലീപിന്റെ ഇത് കാശ് വാങ്ങിയിട്ടല്ല. ആ പറഞ്ഞ ബാലചന്ദ്രകുമാർ, ഞാൻ കുഞ്ഞാലി മരക്കാറാണെന്നോ കാട്ടാക്കടയിൽ ഒരു തിയേറ്ററിലാണ് സിനിമ കാണാൻ വേണ്ടി ബുക്ക് ചെയ്തത്. അവിടുത്തെ തിയേറ്റർ ഉടമസ്ഥൻ അനിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു. അങ്ങനെ കുടുംബസമേതം അവിടെ പോവുകയും ഒരു സീറ്റ് കഴിഞ്ഞാൽ അടുത്ത സീറ്റ് ബ്ലാങ്ക്, അടുത്ത സീറ്റ് നമുക്ക്, അങ്ങനെ ഒന്നര വിട്ട സീറ്റ് ബുക്ക് ചെയ്ത് ഞാനും മോനും ഭാര്യയും ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാം കൂടെയാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് സർക്കാരിന്റെ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് എല്ലാ സീറ്റിലും ആളെ ഇരുത്തിയാണ് അവർ. കാരണം ഇത് കാണാൻ വേണ്ടി ആളുകളുടെ ഒന്ന് ബഹളം ഉണ്ടാക്കുക. അപ്പം ഞങ്ങൾ 8 സീറ്റായിട്ട് ബുക്ക് ചെയ്തു. 16 സീറ്റ് ഞങ്ങൾക്കുള്ളതാണ്. പക്ഷേ ടിക്കറ്റ് അകത്ത് ഇരിക്കുന്ന സീറ്റിൽ ഇരുത്തുന്ന തൊഴിലാളികൾ എന്നോട് പറഞ്ഞു അത് അങ്ങനെ ഇടാൻ പറ്റില്ല, എല്ലാ സീറ്റിലും ഞങ്ങൾ ആളെ ഇരുത്തും. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി പുറത്ത് വന്നപ്പോൾ ആൻറ്റിനെ കണ്ടു. തിയേറ്റർ ഉടമ ആ പൈസ തിരിച്ചു തന്നു. ഞാൻ കാറിൽ ഇറങ്ങിപ്പോയി. കാറിൽ വരുമ്പോൾ ആണ് എന്നെ അവസാനമായിട്ട് ബാലചന്ദ്രകുമാർ എന്നെ വിളിക്കുന്നത്. നാളെ മുതൽ ആ നന്ദി കെട്ട ദിലീപിനെതിരെ ഞാൻ ഇറങ്ങുക. ഞങ്ങൾക്ക് എന്ത്, എനിക്ക് ഡേറ്റ് തരാതെ പറ്റിച്ചു. ഞാനതുകൊണ്ട് ഏതറ്റം വരെയും പോകും. എൻ്റെ ഒരുപാട് തെളിവുകളുണ്ട് ചേട്ടാ, ഞാൻ അതുമായിട്ട് മുമ്പോട്ട് പോകണം. ഞാൻ പറഞ്ഞ 100% അയാൾ കുറ്റവാളിയാണെന്നോ തെറ്റുകാരനാണെന്നോ തോന്നുന്ന എന്ത് തെളിവുണ്ടെങ്കിലും നിങ്ങൾ പോലീസിന് കൊടുക്കും. അതുപോലെ അയാൾ തെളിയിക്കട്ടെ അയാൾ നിരപരാധിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ബാലചന്ദ്രകുമാർ ഓർക്കുക, നിനക്ക് ഡേറ്റ് തരില്ല എന്ന് ദിലീപ് പറഞ്ഞിട്ടില്ല. ഒരു ഓടുന്ന 2 നല്ല സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് നിന്റെ. അങ്ങനെയാണ് അയാൾ പറയുന്നത്. കാരണം അയാളുടെ ഒരു നിലനിൽപ്പിന് അതൊന്നും എനിക്കറിയണ്ട ചേട്ടാ. ഞാൻ 6-7 വർഷം അയാൾക്ക് വേണ്ടി കൂടെ നടന്നാണ്. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, എന്നെ വളരെ നിർബന്ധിച്ചൊരു ദിവസം അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബാലേന്ദ്രകുമാർ. ഞാനും ഭാര്യയായിട്ട് സന്തോഷപൂർവ്വം ചെന്നു. എനിക്കൊരു മോനും ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ 3 പേരോടെ ചെന്നു. അപ്പം നമുക്ക് കൊതിപ്പിക്കുന്ന കൊട്ടാര തുല്യമായ ഒരു വീട്, നല്ല കളർഫുള്ളായ പെയിൻ്റൊക്കെ അടിച്ച് അതുപോലുള്ള വില കൂടിയ ലൈറ്റുകളിട്ട് വില കൂടിയ ഫർണിച്ചറൊക്കെ ഇട്ട ഒരു ആഡംബര വീട്. എനിക്ക് അതിശയം തോന്നി. ഒരു പണിയും ഇല്ലാതെ നടക്കുന്ന ബാലചന്ദ്രകുമാറിന്, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ജോലി, എങ്ങനെ ഇങ്ങനെ ഒരു വീട് വയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞതാണ്, ദിനേശേട്ടാ ഈ വീട് കണ്ടൊന്നും അത്ഭുതപ്പെടണ്ട, ഇത് ദിലീപ് സാർ വേർത്തുണ്ടാക്കിയ പൈസയിൽ കിട്ടിയ വീടാണ്. ഇപ്പൊ ചിലപ്പോ ബാലചന്ദ്രകുമാറോ ഭാര്യയോ തള്ളി പറയോ എന്ന് എനിക്കറിയില്ല. ദിലീപ് സാറിന്റെ വേർപ്പിലുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ചേട്ടാ ഈ കെട്ടിടം ഞാൻ കിട്ടിയത്. അദ്ദേഹം എനിക്ക് ദൈവതുല്യമാണ് എന്ന് പറഞ്ഞ ആളാണ് ബാലചന്ദ്രകുമാർ. പക്ഷെ പിന്നെ കാണുന്നത് ചാനലിൽ മുഴുവൻ വന്നിരുന്ന് ബാലചന്ദ്രകുമാർ ദിലീപിനെ തെറി വിളിക്കുന്നു. ദിലീപിന്റെ വീട്ടിൽ സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. പിന്നെ എന്തെല്ലാം പറയാൻ പാടില്ല അതെല്ലാം പറയുന്നു. ഇതിനിടയിൽ എന്നെ ഒരുപാട് മോശമായി സംസാരിച്ചു. ഞാൻ പേര് പോലും പറയാൻ ഉദ്ദേശിക്കാത്ത എറണാകുളത്തെ ഒരു തെമ്മാടിയുമായിട്ടിരുന്ന ഒരു ഇന്റർവ്യൂ. അവന്റെ കയ്യെ വെട്ടണം, കാല വെട്ടണം, നമ്മളെ കളയും, അവന്റെ കഴുത്ത് വെട്ടി കളയും എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നു. എനിക്ക് വേണമെങ്കിൽ സൈബർ പരാതി കൊടുക്കാം. ഞാൻ യവനൊക്കെ വാചകമല്ലേ അടിക്കൂ, ഒരു പുല്ലും ചെയ്യില്ല എന്ന് നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാലചന്ദ്രകുമാർ എത്ര ഗ്രാമുണ്ട്, എത്ര കിലോ ഉണ്ടെന്നും കൂടെ ഇരിക്കുന്ന തെമ്മാടി എത്ര ഉണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനതൊന്നും കേസ് കൊടുക്കാനോ വഴക്കിനൊന്നും പോയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അവന്റെ തല വെട്ടിക്കളഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സഹോദരിയെ പീഡിപ്പിച്ചതിന് വേണ്ടി, സഹോദരിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ മോൻ വർഷങ്ങളോളം എന്നോട് പറഞ്ഞതാണ് ദിലീപ് സാർ ഒരിക്കലും അത് ചെയ്യില്ല. എന്നിട്ടാണ് ഒരു ഡേറ്റ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാര്യത്തിൽ, വേറെ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും ഈ സാജനടക്കം പറയുന്നത് സത്യസന്ധതയ്ക്ക് വേണ്ടി നിന്ന ഒരു ചെറുപ്പക്കാരൻ, നീതി നടപ്പിലാക്കണം എന്ന് വിശ്വസിച്ചൊരു ചെറുപ്പക്കാരൻ, ഞങ്ങളുടെ സഹപ്രവർത്തകയായ ഒരു നടിയെ പീഡിപ്പിച്ചു എന്നുള്ളതിൽ കുറ്റവാളിയാണെന്ന് ഉറപ്പുള്ള ദിലീപിനെ ശിക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ചെറുപ്പക്കാരൻ. ചുമ്മാ അടിക്കുകയാണെന്നേ, ചുമ്മാ 1001 വട്ടം ചുമ്മാ അടിക്കുന്നതാണ് സാജനൊക്കെ. പക്ഷേ പൊതുജനം ഇവർ പറഞ്ഞേ കേൾക്കുള്ളൂ. കാരണം ഇപ്പോഴും ദിലീപിനെ വിളിക്കുന്ന ഗോപാല നീ പെണ്ണുപിടി എന്നല്ലേടാ, മറ്റവനല്ലേടാ, മറിച്ചവനല്ലേടാ എന്നല്ലേ കേൾക്കണേ. അത് അവർ തമ്മിലായിക്കോട്ടെ, ആര് ദിലീപും അവരുമായിട്ടായിക്കോട്ടെ, എനിക്ക് അതിൽ യാതൊരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയുള്ള ബാലചന്ദ്രകുമാറിന് വേണ്ടി
സാജൻ സംസാരിക്കുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു എപ്പിസോഡ്. ഒരാൾ അയച്ചു തന്നതാണ്. എനിക്കിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഈ സാജൻ എന്ന് പറഞ്ഞ ആൾ കൊള്ളാമല്ലോ. വഴി കിടക്കുന്ന തേങ്ങ എടുത്താണോ ഗണപതിക്ക് അടിക്കേണ്ടത്? നമ്മള് ദൈവത്തോട് ഭക്തിയുണ്ടെങ്കിൽ, ബഹുമാനമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ നമ്മളെ പൈസ കൊടുത്തല്ലേ ഒരു തേങ്ങ വാങ്ങിച്ച് ഗണപതിക്ക് അടിക്കാൻ. എങ്കിലേ ഫലമുള്ളൂ. ഈ പ്രോഗ്രാമിൽ സാജൻ വഴി കിടക്കുന്ന തേങ്ങ എടുത്താണ് ഗണപതിക്ക് അടിക്കുന്നത്. അതായത് ബാലചന്ദ്രകുമാറിന്റെ 2 കിഡ്നികളും തകരാറിലായി. അതിന്റെ കൂടെ ഇപ്പോ ബൈപ്പാസും നടത്തി ഹാർട്ടിന്. ഇതൊന്നും സർക്കാർ ആശുപത്രിയിലല്ല കേട്ടോ. 10 പൈസ കയ്യിലില്ല എന്നായിരുന്നു പറയുമ്പോഴും സർക്കാർ ആശുപത്രിയിലല്ല, പ്രൈവറ്റ് ആശുപത്രിയിലില്ല. അപ്പൊ സാജൻ പറയുന്നത് എല്ലാ പേരും സഹായിക്കണം. എന്നിട്ട് സാജൻ ബാലേന്ദ്രകുമാറിന്റെ ഒരു കൂട്ടുകാരൻ, ഒരു കപ്പ്യാരെ പോലെ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ അച്ഛൻ സംസാരിക്കുമ്പോഴത്തെ ഒരു കൂട്ടുകാരനെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കുന്നുണ്ട് അതിൽ. ഇത് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ പ്രോഗ്രാം ചെയ്യണമെന്ന് തോന്നി. അല്ലാതെ സാജന്റെ ഒരു എതിരാളിയേ അല്ല ഞാൻ, സാജന്റെ ശത്രുവല്ല ഞാൻ, മിത്രവുമല്ല. നമ്മൾ സാജനെയൊക്കെ, വലിയ വലിയ ആളുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്ന ഒരാളാണ്. സാജൻ പറയുന്നത് ബാലചന്ദ്രകുമാർ എന്നൊരു സംവിധായകൻ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം അറിയുന്നത് ദിലീപിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നപ്പോഴാണ്. അത് ശരിയാണ്, ദിലീപിനെതിരെ വന്നപ്പോൾ തന്നെയാണ്. അല്ല, കൗബോയ് എന്ന് പറഞ്ഞ് ആസിഫ് അലിയെ വെച്ചൊരു പടം ചെയ്തത് ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെ ഒന്ന് എഴുതുന്നു, നിന്റെ ബംഗ്ലാവിലത് ആര് കണ്ടു? അതാണ് നമുക്കുള്ളൊരു. ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം കാണുന്നവരോട് പറയുന്നത്, ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കണ്ടാൽ ഈ ദിനേശ് എന്ന് പറഞ്ഞ ബോറൻ കള്ളമേ പറയൂ, വിടുവായത്തനെ പറയൂ, പൊങ്ങച്ചേ പറയൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കാണാതിരുന്നാ പോരെ. പക്ഷേ ഇത് കൃത്യമായി ബുധനാഴ്ച ഞായറാഴ്ച ഇരുന്ന് കണ്ടിട്ട് ഇതിന്റെ താഴെ വന്ന് എന്നെ പറ്റി മോശമായി എഴുതുക എന്നുള്ള ചില മാനസിക രോഗികളുടെ സ്ഥിരം ലക്ഷണമാണ്. അപ്പൊ ഇന്നലെ ആലിപ്പ് അഷ്റഫിന്റെ ഒരു പ്രോഗ്രാം പോയതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, നിന്നെക്കാൾ മാന്യനാണ് ആലിപ്പ് അഷ്റഫ്, നിനക്കെന്ത് മാന്യതയുണ്ട് എന്ന്. എടാ, എനിക്ക് മാന്യത ഇല്ലെങ്കിൽ മാന്യനല്ലാത്ത എന്റെ പ്രോഗ്രാം കാണാതിരുന്നാ പോരെ. ഇത് തന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. കൗബോയ് എന്ന് പറഞ്ഞൊരു പടം പൊളിഞ്ഞു എന്ന് നിനക്ക് പറയാൻ എന്താ അവകാശം എന്ന് ചോദിച്ചാൽ, എനിക്കൊരു അവകാശമില്ല. എന്റെ പടം ഓടിയില്ല എന്ന് ഞാൻ തന്നെ പറയുമ്പോൾ, അല്ലെങ്കിൽ ദിനേശ് പൊളിഞ്ഞു എന്ന് ദിനേശ് എന്നെ പറയുമ്പോൾ, പിന്നെ അതീ കയറി പിന്നെ കുത്തണ്ട. അങ്ങനെ ഒരു സംവിധായകൻ ഉണ്ടോ എന്ന് പലരും സംശയിച്ചു എന്നാണ് സാജൻ പറയുന്നത്. സത്യമായിട്ടും അങ്ങനെ ഒരു സംവിധായകൻ ഉണ്ടോ? ഞാൻ പോലും ഈ കൗബോയ് എന്ന് പറഞ്ഞ പടത്തിന്റെ സംവിധായകൻ ബാലചന്ദ്രകുമാറാണെന്ന് ഞാൻ അറിയുന്നത് എന്നെ ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ വിളിച്ചപ്പോഴാണ്. ഞാനൊരു പടം സംവിധാനം ചെയ്തു ചേട്ടാ, അത് എനിക്കൊരു ആഗ്രഹമായിരുന്നു, ആഗ്രഹം സബലീകരിച്ചു, അടുത്ത പിക് പോക്കറ്റാണ്, ദിലീപ് സാറിനെ വെച്ചാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ എന്നെ പറഞ്ഞപ്പോഴാണ് ഇയാൾ സംവിധായകനായ കാര്യം ഞാനും അറിയുന്നത്. അങ്ങനെ ഒരു സംവിധായകൻ ഉണ്ടെന്നും അദ്ദേഹം 2 സിനിമകൾ സംവിധാനം ചെയ്തു എന്നും പിക് പോക്കറ്റ് എന്ന പേരിൽ ദിലീപിനെ നായകനാക്കി ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നുവെന്നും വ്യക്തമായി ആക്ക് സാജൻ. 2 സിനിമ ചെയ്തിട്ടില്ല സാജ, ഒരൊറ്റ സിനിമ കൗബോയ്. 2ാമത്തെ സിനിമയാണ് ഈ പറഞ്ഞ പിക് പോക്കറ്റ്. ശ്രീലങ്കയിലൊക്കെ പോയി ചെയ്യായിരുന്നാണ്. എന്നോട് സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ദിലീപിന് പറ്റിയ സബ്ജക്റ്റാണ്. എന്നോട് ബാലേന്ദ്രകുമാർ സംസാരിച്ചതാണ് ആ സബ്ജക്റ്റ്. രസകരമായി ദിലീപിന് ചെയ്യാൻ പറ്റുന്ന ഒരു വേഷമായിരുന്നു കള്ളന്റെ. ദിലീപുമായി ഭിന്നിച്ചത് ദിലീപ് തിരക്ക് കൂടിയപ്പോൾ, മറ്റു സംവിധായകരുടെ പിന്നാലെ പോയപ്പോൾ ഈ സിനിമ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ്. അത് സാജൻ പറയുന്നത് 100% കള്ളമാണ്. സാജൻ ചിലപ്പോൾ കള്ളമായിരിക്കില്ല പറഞ്ഞത്, സാജനോട് ബാലേന്ദ്രകുമാർ കള്ളമായിരിക്കും പറഞ്ഞത്. മറ്റ് സിനിമകളുടെ തിരക്ക് കൂടിയപ്പോൾ ബാലചന്ദ്രകുമാറിന്റെ പിക് പോക്കറ്റ് വേണ്ട എന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ 100% നട്ടാൽ കുരുക്കാത്ത കള്ളമാണെന്ന് ഏറ്റവും ചുരുങ്ങുന്നത് എനിക്കെങ്കിലും പറയാം. കാരണം എന്നെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് ബാലചന്ദ്രകുമാർ. ചേട്ടാ, അടുത്ത പടം എൻ്റെ ചെയ്യണം, എനിക്കത് ചെയ്തേ പറ്റൂ, എനിക്ക് നിൽക്കാൻ നിവൃത്തിയില്ല ചേട്ടാ. അതുപോലെ തന്നെ ആരും നിൽക്കുകയോ ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിട്ട് ദിലീപ് തന്നെ ആ ഓഡിയോ പുറത്തു വിട്ടിരുന്നു. ആകെ ഒരൊറ്റ കാര്യമേ ബാലേന്ദ്രകുമാർ ദിലീപിനോട് പറയുന്നുള്ളൂ, ദിലീപ് സാറേ, പടം എത്ര വേണം വൈകിക്കോട്ടെ, പക്ഷെ അടുത്ത് ചെയ്യുന്ന സിനിമ എൻ്റെതാണെന്ന് സാർ ഒരു ഓഡിയോയിലെങ്കിലും എനിക്കൊരു മെസ്സേജ് തരണം. കാരണം അത് കൊടുത്താൽ ഞാൻ കടം വാങ്ങിച്ചവരെയൊക്കെ കുറച്ചു കാലം പിടിച്ചു നിർത്താൻ പറ്റുന്നു. ഇയാൾ കടം വാങ്ങിച്ചവരെയൊക്കെ പിടിച്ചു നിർത്താൻ അയാൾ കള്ള ഓഡിയോ കൊടുക്കൂ. പക്ഷെ ഇതൊന്നും കേരളത്തിലെ ഈ സാജന്മാർക്ക് വേണ്ട, അതാണ് പ്രശ്നം. എന്നാൽ ബാലചന്ദ്രകുമാറും ദിലീപും ചേർന്ന് ചെയ്യുന്ന സിനിമയുടെ ചർച്ചകൾക്കായി അദ്ദേഹം ദിലീപിന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അവിടെ നടന്ന പല സംഭവങ്ങളും അദ്ദേഹം റെക്കോർഡ് ചെയ്തിരുന്നു. സാജൻ പറയുകയാണ്, വാസ്തവത്തിൽ ആ സിനിമയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നത് വേറൊരു ഗസ്റ്റ് ഹൗസിലാണ്. ആലുവപ്പുഴയുടെ തീരത്ത് തന്നെ ദിലീപിന് വേറൊരു ബംഗ്ലാവ് ഉണ്ടെന്നും, വേറൊരു നല്ല ബംഗ്ലാവ് ഉണ്ടെന്നും, ആ ബംഗ്ലാവിലാണ് ഞാൻ കഴിഞ്ഞിരുന്നതെന്നും, അവിടെയാണ് റോഷൻ ചിറ്റൂർ അടക്കമുള്ള സിനിമാക്കാർ, അല്ലെങ്കിൽ ദിലീപിന്റെ അനിയൻ അനൂപ് അടക്കമുള്ളവർ വരുന്നതെന്നും, സിനിമയുടെ ചർച്ചയും സ്ക്രിപ്റ്റ് എഴുത്തും തീറ്റിയും കുടിയും ഒക്കെ അവിടെ ആയിരുന്നു എന്ന് എന്നോട് ബാലേന്ദ്രകുമാർ പറഞ്ഞാണ്. പക്ഷെ ദിലീപിന്റെ വീട്ടിലും വന്നിരിക്കാം. അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെ നടന്ന പല സംഭവങ്ങളും
സിനിമ നടക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ആൾ എത്ര മാന്യനും എത്ര ശുദ്ധഹൃദയനും നിങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ ഞാൻ സാജൻ ഈ മറുനാടൻ സാജന്റെ വീട്ടിൽ ചെന്നിട്ട് സാജനുമായിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ചെയ്യുന്ന ആളാണ്, മറ്റാണ് മറിച്ചാണെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു റെക്കോർഡറുമായിട്ട് ചെന്നിട്ട് സാജനോട് വേറെ വേണ്ടിയില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന് സാജൻ പറയുന്ന സാജനൊന്നും മറുപടി പറയില്ല. സാജൻ ബുദ്ധിമാനാണ്, ദിലീപിനെ പോലെ മണ്ടനൊന്നുമല്ല. അത് റെക്കോർഡ് ചെയ്ത് പുറത്തു കൊണ്ടുപോയാൽ അവനെ എങ്ങനെ മാന്യനെന്ന് പറയും എൻ്റെ പൊന്നു സാജൻ സ്കറിയ. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്താൽ നിങ്ങളുടെ വീട്ടുകാർ തരുന്ന ചായയൊക്കെ വാങ്ങി കഴിച്ച് മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ നമ്മൾ സ്വകാര്യമായി പലതും സംസാരിക്കുമ്പോൾ താങ്കൾ എനിക്ക് ചായയും ഭക്ഷണവും തന്ന് ഞാനത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യുമെന്ന് സാജൻ കരുത്തു. എന്നിട്ട് സാജൻ പറയാണ് ഞാൻ മാന്യനാണെന്ന്, അത് റെക്കോർഡ് ചെയ്തവൻ മാന്യനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ദിലീപ് ഒരു വിധത്തിൽ തടിതപ്പി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിൽ അയക്കുന്ന തരത്തിൽ വീണ്ടും ഈ വിവാദം കത്തിപ്പടർന്നത്. അത് ശരിയാ. ആ കേസ് സാക്ഷികൾ, അത് കണ്ട സാക്ഷികളും മൊഴികളും ഒക്കെ ഉണ്ട്. സാർ, അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് അന്നത്തെ ADGP, എൻ്റെ പേര് കേസ് കൊടുത്ത ADGP ചോദിക്കുകയും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റും. അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ എത്ര വമ്പനായാലും ആ സിനിമാ നടനെ ഞാൻ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഇരട്ടശങ്കിൽ സംസാരിക്കുന്നു. അത് ആ ADGP കൊടുത്ത മൊഴി വെച്ച് അദ്ദേഹം സംസാരിച്ചാണ് പാവം. പക്ഷേ ആ കേസ് വൈൻഡപ്പ് ചെയ്യാറായപ്പോഴാണ് ബാലചന്ദ്രകുമാർ തെളിവുകൾ പുറത്തുവിട്ടതോടുകൂടി ദിലീപ് പെട്ടിയിലായി എന്നാണ് സാജൻ പറയുന്നത്. എൻ്റെ പൊന്നു സാജ, ബാലചന്ദ്രകുമാർ ഓഡിയോ കൊടുക്കാതിരുന്ന കാലത്തും ബാലചന്ദ്രകുമാർ ഓഡിയോ കൊടുത്ത കാലത്തും ദിലീപിനെ കുരുക്കാവാനുള്ള ഒരു തെളിവും ഈ സമയം വരെ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്ന വിവരം. ഇനിയിപ്പോൾ നിങ്ങൾ പറയും അത് ദിലീപ് പറഞ്ഞു തന്നു. ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 2 വർഷമായിട്ട് ദിലീപുമായിട്ട് സംസാരിച്ചിട്ടില്ല. ദിലീപിന്റെ അനുജനുമായിട്ട് സംസാരിച്ചില്ല, ദിലീപിന്റെ അളിയനുമായിട്ട് സംസാരിച്ചില്ല, ദിലീപിന്റെ മാനേജരായ പുണ്യമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു 2 വർഷമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവുമില്ല. പക്ഷെ എങ്കിലും സത്യമായിട്ടല്ലേ പറയാൻ പറ്റും. ഒരു തെളിവും ദിലീപിനെ കുരുക്കാവുന്ന ഈ കേസിൽ ഇല്ല സാജ. അത് ബാലചന്ദ്രകുമാർ അല്ല, ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ചെയ്യാത്ത ഒരാളിനെ കുറിച്ച് എന്ത് തെളിവുണ്ടാക്കാൻ. പക്ഷേ സാജൻ പറയുന്നത് എല്ലാ തെളിവും ഇയാൾ കൊടുത്തുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്തൊരു കേസ് വീണ്ടും കുത്തിപ്പൊക്കിയതെന്ന് പറയുന്നു. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും ബാലചന്ദ്രകുമാർ നടത്തിയിട്ടുണ്ട്. ഒരു ഞെട്ടലും ഇല്ല എൻ്റെ പൊന്ന് സാജ. ഞെട്ടുന്നത് നിങ്ങളൊക്കെ ആയിരിക്കും, അല്ലാതെ ദിലീപ് ഞെട്ടേണ്ട ഒരു വിവരവും കോടതി വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ദിലീപിന്റെ അടുത്ത ബന്ധുക്കളും നടിയെ ബലാത്സംഗം ചെയ്തതിന്റെ വീഡിയോകൾ അവിടെ വലിയ TV-യിലിട്ട് കണ്ടതടക്കമുള്ള വിശദാംശങ്ങളാണ് ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടത്. എത്ര വിവരം കെട്ട വിവരമാണെന്ന് ആലോചിച്ച് നോക്കൂ സാജ. ഒരു പെൺകുട്ടിയെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ബലാത്സംഗം ചെയ്തു എന്ന് വെച്ചോളൂ. ആ വിഷ്വൽ ഈ ദിലീപിന്റെ അടുത്ത ബന്ധുക്കളും ഉണ്ട്. അപ്പൊ അളിയൻ, അനിയൻ, ഭാര്യ, അമ്മ ഇവരെല്ലാവരും കൂടി ആരെങ്കിലും ഒരു അന്തസ്സുള്ള തലയ്ക്ക് സ്വബോധമുള്ള ആരെങ്കിലും അങ്ങനെ വീട്ടിൽ ഇരുന്ന് കാണുമോ എൻ്റെ പിന്നെ സാജ? ഇപ്പൊ സാജന്റെ ഒരു വീഡിയോ കിട്ടിയെന്ന് വെച്ചോ, സാജന്റെ ഒരുപാട് വീഡിയോകൾ കാണുമല്ലോ. സാജ, ഞാൻ കേൾക്കട്ടെ, സാജന്റെ ഭാര്യയും മക്കളും എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി കാണുമോ? സാജ സ്റ്റുഡിയോയിൽ ഇരുന്ന് സ്വകാര്യമായിട്ടല്ലേ കാണും. ഇത് വലിയ സ്ക്രീനിൽ, ഏത് 16mm സ്ക്രീനിലൊക്കെ ആയിരിക്കാം. നെയ്യ് വരുത്തപ്പത്തിന് രുചി കുറവുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ദിലീപിന്റെ കാശുണ്ടല്ലോ, അതുകൊണ്ട് വലിയ സ്ക്രീനൊക്കെ ചിലപ്പോൾ വീട്ടിലുണ്ടായിരിക്കും. ആ സ്ക്രീനിലിട്ട് നടിയെ ബലാത്സംഗം ചെയ്യുന്നത് ദിലീപും ദിലീപിന്റെ അനിയനും ദിലീപിന്റെ അളിയനും ദിലീപിന്റെ സഹോദരിയും ദിലീപിന്റെ അമ്മയും ദിലീപിന്റെ ഭാര്യയും മക്കളും എല്ലാം കൂടെ ഇരുന്ന് എന്ത് നല്ല ബലാത്സംഗം എന്ന് പറഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ മണ്ടത്തരമല്ലേ സാജ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാലചന്ദ്രകുമാറിന് പറയാം, പക്ഷെ സാജനെ പോലെ ഒരു പത്രപ്രവർത്തകൻ കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കരുത്. റെക്കോർഡ് ചെയ്ത പല ടെലിഫോൺ സംഭാഷണങ്ങളും പിന്നീട് പുറത്തു വന്നു. വാലും തലയും ഇല്ലാത്ത ഞാൻ എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്താലൊന്നും ഒരു തെളിവും ആവൂല കോടതിയിൽ എൻ്റെ സാജ. മാത്രമല്ല, ദിലീപിനെതിരെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ പോലും ഗൂഢാലോചന നടന്നു എന്ന തെളിവ് പുറത്തു വന്നതോടെ പോലീസ് അതിലൊക്കെയും കേസെടുത്തു. സാജൻ പേപ്പർ വായിക്കില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്ന ബൈജു പൗലോസിനെ കോടതിയിൽ വെച്ച് ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി കോടതി കൊടുത്തു. കോടതി അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആ പർട്ടിക്കുലർ ദിവസം ഈ പറയുന്ന ബൈജു പൗലോസോ ദിലീപോ ആ കോടതി ചെന്നിട്ടില്ല. അന്ന് അവരുടെ കേസില്ല.
ഡേറ്റ് മാറിപ്പോയി, തെറ്റിപ്പോയി. എഴുതി വെച്ച ഡേറ്റ് തെറ്റിപ്പോയി. ആ കേസ് തള്ളിപ്പോയി. പക്ഷെ സാജൻ ഇപ്പോഴും പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചു. ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമല്ല സാജ, ഫോൺ റിക്കവർ ചെയ്ത് കൊടുത്ത ഒരു എറണാകുളത്ത് പെൻഡാ മേനകയില് ഫോൺ എന്തോ റിപ്പയർ ചെയ്യുന്ന ഒരു പയ്യനെ എവിടെയോ ഇട്ട് ഒരു കാർ ആക്സിഡന്റ് മരിച്ചവൻ പറഞ്ഞു ദിലീപിന്റെ ഗുണ്ടകളാണ് കൊന്നത്. ഈ ബാലേന്ദ്രകുമാർ പറഞ്ഞില്ലേ, ഓരോ ജംഗ്ഷനിലും ദിലീപിന് വേണ്ടി ഗുണ്ടകൾ നിൽക്കും, ദിലീപിന്റെ കാർ പോകുമ്പോൾ പോട്ടെ 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 എന്ന് വിടാനായിട്ട് ഗുണ്ടകളെ നിർത്തിയിരിക്കുന്നത് വരെ പറഞ്ഞു. ഏത് ഗുണ്ട, എവിടത്തെ ഗുണ്ട? ഇന്ന് വരെ അതൊന്നും ദിലീപിനെതിരെ കോടതിയിൽ തെളിവ് സഹിതം കൊടുക്കാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നു സാജ, സാജൻ ഒരു പത്രക്കാരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സാജൻ ഈ ബാലചന്ദ്രകുമാറിനെ പോലുള്ള ഒരു മണ്ടത്തരം പറഞ്ഞാൽ അതിനെ വച്ച് വിളമ്പരുത് സാജ. 10 വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇത് പറയരുത്. കോമൺ സെൻസിൽ നമ്മൾ സംസാരിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു, കോടതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ കേസ് തള്ളിപ്പോയി സാജ. അത് സാജൻ അറിയാം. പക്ഷെ സാജൻ കള്ളം വച്ചലക്കുന്നത്. ദിലീപിന്റെ കേസിന്റെ വിചാരണ പൂർത്തിയായി, അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അത് ശരിയാ. ജനുവരി 15 മുമ്പ് വിധി പറയുമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എത്ര ശരി എന്ന് എനിക്കറിയില്ല, കാരണം കോടതി അടച്ചിട്ട കോടതിക്കകത്ത് കിടക്കുന്നത്. എന്നാലും ബാലചന്ദ്രകുമാർ അടക്കമുള്ള പ്രധാന ആൾക്കാരുടെ എല്ലാവരുടെയും വിസ്താരം കഴിഞ്ഞതുകൊണ്ട് ഇനി അതിൽ സാക്ഷി പറഞ്ഞവരുടെ മുഴുവൻ മൊഴികൾ പ്രതികളായ 8 പേർക്ക് വായിച്ച് കേൾപ്പിച്ചിട്ട് അതിൽ തന്നെ 1-ാം പ്രതിക്കും 8-ാം പ്രതിക്കും ദിലീപിനും പൾസസുനിക്കും മാത്രമേ കേൾക്കാനുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അതില്ല. അപ്പൊ അത് പെട്ടെന്ന് കേസിന്റെ വിധി വരും എന്ന് പറയുന്നു. ഏതു നിമിഷവും വിധി വരാം എന്ന അവസ്ഥയിലാണ്. ഓക്കെ, നന്നായിരിക്കട്ടെ. കാരണം ഒരു കേസൊക്കെ 6, 7, 8 വർഷമൊക്കെ കഴിഞ്ഞിട്ടും വിധി പറയാതിരിക്കുന്നത് മോശം തന്നെയാണ് സാജ. എന്നാൽ ഈ കേസിന് വേണ്ടി മുൻകൈയെടുത്ത, ദിലീപിനെതിരെ തെളിവുകൾ കൊടുത്ത, സാക്ഷിമൊഴി പറഞ്ഞ ബാലചന്ദ്രകുമാർ ജീവനും മരണത്തിനും ഇടയിൽ പിടയുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എന്നാണ് സാജൻ പറയുന്നത്. ഇനി ജീവനും മരണത്തിനും ഇടയിൽ പിടയുന്നതും ദിലീപ് നിമിത്തമാണെന്ന് സാജൻ പറഞ്ഞുള്ളയോ എന്നായിരുന്നു എനിക്ക് പേടി. പക്ഷെ സാജൻ പറഞ്ഞില്ല. എനിക്ക് അതായിരുന്നു പേടി. ഇതിന്റെ പിന്നിലും ദിലീപിന്റെ കറുത്ത കൈകളുണ്ട് എന്ന് പറയുന്നു വിചാരിച്ചു, ഒരു ഗുമ്മിന്. പക്ഷെ പറഞ്ഞില്ല. കടുത്ത വൃക്കരോഗിയായ ബാലചന്ദ്രകുമാർ തന്റെ രോഗാവസ്ഥയ്ക്കിടയിലാണ് കോടതിയിൽ മൊഴി കൊടുക്കാൻ പോയത്. അതിപ്പോ രോഗാവസ്ഥയ്ക്കിടയിലായാലും മൊഴി കൊടുക്കണമെങ്കിൽ കോടതിയിൽ പോയേ പറ്റൂ. തുടർച്ചയായ യാത്രകളും കോടതിയിലെ കുത്തിത്തിരിപ്പും ഒക്കെ അദ്ദേഹത്തെ കൂടുതൽ രോഗിയാക്കി. അത് കോടതി ചെല്ലുമ്പോൾ 8 പ്രതികളുടെ വക്കീലന്മാർ ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കും. അത് പറയാൻ പറ്റാത്തവനാണെങ്കിൽ പോകരുത്. ഇപ്പൊ ഞാൻ കോടതി വരും, പക്ഷെ എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. ചോദിക്കും. അതിനിടയിൽ അദ്ദേഹത്തിന് വരാത്ത രോഗങ്ങൾ ഒന്നുമില്ല. ഇപ്പോ ഹാർട്ട് അറ്റാക്കിന് ബൈപ്പാസ് കഴിഞ്ഞ് തിരുവല്ല KM ചെറിയാൻ ആശുപത്രിയിൽ കഴിയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ളപ്പോൾ ചെങ്ങന്നൂരോ എവിടെയാണ് ഈ പറയുന്ന KM ചെറിയാൻ ആശുപത്രി, തിരുവല്ലയിൽ. അപ്പൊ അവിടെയൊക്കെ പോയി ചികിത്സിക്കാനുള്ള കാശില്ല എങ്കിൽ ആരെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോകും. അതും ഇവിടം വിട്ടിട്ട് വേറെ ജില്ലയിൽ പോയി ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവർ ഈ കാശ് കാണും, അതുകൊണ്ടാണ് പോകണം. അല്ലെങ്കിൽ കാശ് കൊടുക്കാൻ ആൾ കാണും. പക്ഷെ സാജൻ പറയുന്നത് കാശ് കൊടുക്കാൻ ആളില്ല എന്നാണ്. എങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ BPL കാർഡല്ല, ഇനിയിപ്പോൾ APL ആയാലും ശരി, നമ്മൾ മെഡിക്കൽ കോളേജിലേ പോകും. അതിൽ കിഡ്നി മാറ്റി വയ്ക്കാൻ എനിക്ക് ആരെങ്കിലും കിഡ്നി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കും. ഇവർക്ക് അതിനൊന്നും വയ്യ, എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലേ ചെയ്യുള്ളൂ. എന്നാൽ 10 പൈസ ഇല്ല എന്നും പറയുന്നു. പക്ഷേ ഈ പറയുന്ന തിരുവല്ലയിലെ ആശുപത്രി, KM ചെറിയാൻ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ ലക്ഷങ്ങൾ കയ്യിലില്ലാതെ ആദ്യം അടയ്ക്കാതെ തന്നെ അകത്ത് കയറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നില്ല. കിഡ്നി മാറ്റി വയ്ക്കാൻ 20 ലക്ഷം രൂപ വേണം, ബൈപ്പാസിന് 6.5 ലക്ഷം രൂപ വേണം. പക്ഷേ അതിന് 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ വിഷമിക്കുകയാണ് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബ. എനിക്ക് ഷീബയെ പറ്റി ആലോചിക്കുമ്പോൾ, ആ കുട്ടികളെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. കാരണം ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഒരു നേരം ചായയൊക്കെ തന്ന ആളാണ് ഷീബ. അന്ന് എന്തൊരു സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു എന്നോടെന്നറിയാം. ഷീബയും എന്നോട് പറഞ്ഞു, നമ്മള് ആ ദിലീപ് സാറിന്റെ ആ ഒരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഒരുപാട് കടങ്ങളുണ്ട്, അപ്പൊ ഒന്ന് സംസാരിക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുകയും ചെയ്തു ദിലീപിനോട്. ഷീബ മറുനാടൻ അയച്ച സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു. ഷീബ മറുനാടൻ ഒരു ഓഡിയോ സന്ദേശം അയച്ചു കൊടുത്തു. ഞങ്ങൾ 13 ദിവസമായി ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കഴിഞ്ഞ ബുധനാഴ്ച ബൈപ്പാസ് സർജറി കഴിഞ്ഞു. ബൈപ്പാസ് ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യം പൈസ അടയ്ക്കാതെ ഒന്നും നടക്കില്ല. പക്ഷെ സാജൻ പറയുന്നത് ആര് ചെന്നാലും, ഏത് ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രി ചെന്നാലും ബൈപ്പാസ് പൈസ ഇല്ലല്ലേ, പൈസ പോകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് സാജൻ ഇതിൽ പറയുന്നത്. 6 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. ICUവിൽ നിന്നും മിനിഞ്ഞാന്നാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോഴും ഓക്സിജൻ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലാണ്. ശ്വാസം മുട്ടുണ്ട്. 4-5 ദിവസം കൂടി ഹോസ്പിറ്റലിൽ തുടരേണ്ടി വരും.
3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 5,94,000 രൂപ ബില്ലായിട്ടുണ്ട്. ഇനി അത് കൂടാനാണ് സാധ്യത. അപ്പൊ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന് കിഡ്നിയുടെ പ്രോബ്ലം വന്നു തുടക്കത്തിൽ തന്നെ. ഇദ്ദേഹത്തെ കൊണ്ട് ചുടുചോറ് വാരിച്ച എറണാകുളത്തുള്ള, ഞാൻ പറഞ്ഞില്ലേ പേര് പറയാൻ പോലും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സിനിമാക്കാരനും തിരുവനന്തപുരത്തെ എൻ്റെ പേരിൽ കേസൊക്കെ കൊടുത്തിട്ടുള്ള ശബ്ദ സുന്ദരിയും കൂടെ ചേർന്ന് ഒരു പിരിവ് നടത്തി. എത്ര രൂപ കിട്ടിയെന്ന് എനിക്കറിയില്ല. ലോകം മുഴുവൻ പിരിച്ചു. എത്ര കിട്ടി, അതിലെത്ര സാജന് ഈ ബാലേന്ദ്രകുമാറിന് കിട്ടിയെന്ന് എനിക്കറിയില്ല. നല്ല പിരിവ് പിരിച്ചു. രണ്ടുപേരും വീഡിയോയിൽ വന്ന് നമ്മളെല്ലാവരും കൂടി ഇയാളെ സഹായിക്കണം. കാരണം എൻ്റെയും ഈ ശബ്ദം കൊടുക്കുന്ന ആളിൻ്റെയൊക്കെ വർഗശത്രുവായ ദിലീപിനെ ഒതുക്കാൻ നടന്ന ബാലചന്ദ്രകുമാറിനെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്, ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞ് നടത്തി എത്രയോ പിരിച്ചു. ആ പിരിച്ചത് മുഴുവൻ ബാലചന്ദ്രകുമാറിന് കിട്ടിയോന്ന് എനിക്കറിയില്ല. എന്തായാലും പിരിച്ചിരുന്നു. ഞങ്ങൾക്കിപ്പോൾ യാതൊരു വിധമായ സാമ്പത്തികവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഷീബ പറയുകയാണ്. കാരണം 2 വർഷമായിട്ട് അദ്ദേഹം കിഡ്നി രോഗത്തിന് ട്രീറ്റ് ചെയ്യുകയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. അതേ തുടർന്ന് മറ്റ് ജോലികൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഒരു ജോലിക്കും ബാലേന്ദ്രകുമാർ പോയിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. വർഷങ്ങളായിട്ട് ദിലീപിന്റെ എർത്തായിട്ട് നടക്കുകയല്ലാതെ ഒരു ജോലിക്കും 10 പൈസയുടെ ജോലിക്ക് ബാലേന്ദ്രകുമാർ പോയത് എനിക്കറിയില്ല, പോയിട്ടില്ല. എന്നോട് തന്നെ ബാലേന്ദ്രകുമാർ പറഞ്ഞത്, ചേട്ടാ കണക്കൊന്നും പറയാൻ ഒക്കില്ല ചേട്ടാ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ ഒരു തുക എടുത്തെങ്കിൽ തരയാണെന്നാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞാൽ ഇനി മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല, ഷീബ പറയുമെന്നും എനിക്കറിയില്ല. ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ അപ്പോഴപ്പോഴായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ അപ്പോഴപ്പോഴായിട്ട് ഈ ലക്ഷങ്ങൾ എന്തിനാണ്? ഇപ്പൊ ലാൽ ജോസിന് കൊടുത്താൽ മനസ്സിലാക്കാം, ജോണി ആന്റണിക്ക് കൊടുത്താൽ മനസ്സിലാക്കാം, മരിച്ചുപോയ ശശിശങ്കറിന് കൊടുത്താൽ മനസ്സിലാക്കാം. ഇതെന്തിനാണ്? ഇയാളുമായിട്ട് ദിലീപുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എങ്ങനെയാണ് ബാലചന്ദ്രകുമാർ അതിനകത്തേക്ക് പെട്ടതെന്ന് പോലും എനിക്ക് അതിശയം തോന്നി. കാരണം ദിലീപ് ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിച്ച് കൊണ്ടു നടക്കുന്ന ആളല്ല. അയാളുടെ ഒരു വലിയ വിശ്വാസിയായി എങ്ങനെ അകത്ത് കയറാൻ പറ്റി എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ പക്ഷേ ദിലീപിനോടോ അയാളുടെ അനുജനോടോ അളിയനോടോ ഒന്നും ഞാൻ ചോദിക്കാറില്ല, അപ്പുണ്ണിയോടും ചോദിക്കാറില്ല. കഷ്ടകാലം വരുമ്പോൾ കല്ലുമഴ പറയും എന്ന് പറയും പോലെ ഇയാൾക്ക് കഷ്ടകാലം വന്നുകൊണ്ടായിരിക്കാം ബാലചന്ദ്രകുമാറിനെ വേണ്ടപ്പെട്ട മനസാക്ഷിയായിട്ട് കൊണ്ടു നടന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വീട് വെച്ചതിന് ശേഷവും ഓരോ തവണ നാട്ടിൽ പോകുന്നു എന്ന് പറയുമ്പോഴും എനിക്കൊരു വലിയ തുക തരും എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആ അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കും, ഞാൻ ഇനി ആ പ്രോജക്റ്റ് ചെയ്യുന്നില്ല എന്നെ പറഞ്ഞപ്പോഴും എത്രയോ ലക്ഷം വാങ്ങിച്ചിരുന്നു എന്ന് എന്നോട് ബാലേന്ദ്രകുമാർ പറഞ്ഞു. അയാൾ അങ്ങനെ കള്ളമൊന്നും എന്നെ പറഞ്ഞിട്ടില്ല. ലക്ഷങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഞാനത് തിരിച്ചു കൊടുക്കും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ലക്ഷങ്ങൾ തന്ന് ഒരു പടം ചെയ്യാനായിട്ട് തരാൻ ബാലചന്ദ്രകുമാർ നിങ്ങൾ സിനിമയിൽ തെളിയിച്ചില്ല, അതൊക്കെ ദൈവത്തിന്റെ ഭാഗ്യം ചേട്ടാ എന്ന് എന്നോട് പറഞ്ഞ ആളാണ് അയാൾ. അപ്പോൾ ആ ആള് 2 വർഷമായിട്ട് ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ 2 വർഷമല്ല, അയാൾ കിഡ്നി രോഗിയാവുമ്പോഴും അല്ല, കോടതി പോകുമ്പോഴും അല്ല, വർഷങ്ങളായി ദിലീപിന്റെ ചെലവിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അതിനിടയിലാണ് ഹാർട്ടിന് പ്രശ്നം ഞങ്ങൾ അറിയുന്നതും ബൈപ്പാസ് ചെയ്യണം, എമർജൻസി ആണ് എന്ന് കണ്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ സന്തോഷ് എന്ന് പറഞ്ഞ ഏതൊരാളുണ്ട്, അതാരെന്ന് എനിക്കറിയില്ല. സന്തോഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ് സാറിനോട്. ആരോട്? സാജനോട് അപേക്ഷിക്കുകയാണ്. സാറിനെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. സാറിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സഹായിക്കണം. അത്രമാത്രം ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് ഇടുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആകും. അപ്പോൾ ഹോസ്പിറ്റലിൽ ബില്ല് സെറ്റിൽ ചെയ്യണം. മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ല. ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ഇത്ര നാള് ഞങ്ങൾ മുന്നോട്ട് ട്രീറ്റ്മെൻറ്റുമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല. ഹസ്ബൻഡിനും മറ്റു വരുമാനങ്ങളൊന്നുമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും 1 രൂപയുടെ ജോലിയോ വരുമാനമോ ഇല്ല എന്ന് എനിക്കും അറിയാം. ദിലീപിന്റെ ഔദാര്യത്തിൽ മാത്രം ജീവിച്ചിരുന്നവരാണെന്നും എനിക്കറിയാം. അതിനാൽ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ സാറിന് സാധിക്കുകയാണെങ്കിൽ ചെയ്തു തരണം. താങ്ക് യു സാർ. ഇതാണ് ഷീബ കൊടുത്തിരിക്കുന്ന മറുപടി. അപ്പോൾ വോയിസ് മെസ്സേജ്. ഞാൻ സാജനോട് ചോദിക്കുന്നത്, സാജ ഈ പ്രോഗ്രാം ചെയ്തതിൽ കിട്ടിയ വരുമാനമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പോൾ അതിലും കൂടി കാണാനാണ് വഴി. എന്നോടൊരു ഒരു വർഷം മുമ്പ് ഒരു സ്വകാര്യ വർത്തമാനത്തിൻ്റെ ഒരു യൂട്യൂബ് നടത്തുന്ന വലിയൊരു ചാനൽ നടത്തുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഫോർമാറ്റൊക്കെ മാറ്റിയാൽ നിങ്ങൾക്ക് നല്ല തുക കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ലെങ്തൊക്കെ കുറച്ച് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ച് ദിവസവും പ്രോഗ്രാം ചെയ്യും, നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദേശിച്ച ഒരു യൂട്യൂബർ എന്നോട് പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയത് 80 ലക്ഷം രൂപ മാസം മറുനാടൻ സാജന് വരുമാനം ഉണ്ട് എന്നാണ് എൻ്റെ 1 വർഷം മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ 1 കോടിക്ക് മുകളിൽ കാണും മാസം.
ഞാൻ പറയുന്നത് സാജ, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഒരിക്കലും ഗണപതിക്കടിച്ചാൽ ഫലം ചെയ്യില്ല. ഈ പ്രോഗ്രാം ചെയ്ത് ഷീബയെ സഹായിക്കണം എന്ന് വിശാല മനസ്സോടെ സംസാരിക്കുന്ന സാജ, ഞാനൊരു 10 ലക്ഷം രൂപ ഇതാ ഷീബയ്ക്ക് കൊടുക്കുന്നു, ബാലചന്ദ്രകുമാർ രക്ഷപ്പെടട്ടെ, നിങ്ങളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മാന്യത ഉണ്ടായിരുന്നു സാജ. അല്ലാതെ സാജം 10 പൈസ കൊടുക്കാതെ എല്ലാവരും സഹായിക്കണം, ഷീബ ഇതാ പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പ് ബാലചന്ദ്രകുമാറിന്റെ ഒരു സുഹൃത്ത് ഒരു വോയിസ് മെസ്സേജ് ഇട്ടത് എനിക്ക് ലഭിച്ചിരുന്നു എന്ന് സാജൻ പറയുന്നു. ബാലചന്ദ്രകുമാർ കിഡ്നി രോഗബാധിതനായി യാതന അനുഭവിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് ഈ സുഹൃത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. ആ സുഹൃത്തിന്റെ വോയിസ് മെസ്സേജ് കേട്ടപ്പോഴേ ഒരു കപ്പ്യാരോ ഒരു പള്ളിയിൽ അച്ഛനോ ഒക്കെ സംസാരിക്കുന്ന പോലെ, ഒരു മതപ്രഭാഷകനൊക്കെ സംസാരിക്കും പോലെ എല്ലാം വലിച്ചു നീട്ടി പറയുന്ന ഒരാളാണേ. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ബാലചന്ദ്രനെയും എല്ലാം സെന്റൻസുകൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്, ഒരു വ്യാകരണ പിശകിലാണ് അയാൾ സംസാരിക്കുന്നത്. ഈ ബാലചന്ദ്രനെയും 40 ദിവസത്തെ വിചാരണ വേളയിൽ അനുഭവിച്ച കഷ്ടങ്ങളും പറഞ്ഞാൽ തീരത്തില്ല, ഇങ്ങനെയാണ് അയാൾ പറയുന്നത്. അതുപോലെ വേണം, വേദന അനുഭവിച്ചാണ് അദ്ദേഹം കോടതിയിൽ നേരിട്ട് പങ്കെടുത്തത്. നേരിട്ട് ഡയാലിസിസ് കഴിഞ്ഞ് കോടതി മുറിയിലേക്ക് പോവുക. ഒരു ദിവസം മുഴുവൻ അദ്ദേഹം കോടതിയിലായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ കോടതിയിൽ ജഡ്ജിക്ക് മൂത്രം ഒഴിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ പോണ്ടേന്ന്, ചായ കുടിക്കാനൊക്കെ പോണ്ടേന്ന്. ഒരു ദിവസം മുഴുവൻ ഡയാലിസിസും കഴിഞ്ഞ് ബാലചന്ദ്രകുമാർ കോടതിയിൽ ഇരുന്നെന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്. ബ്ലീഡിങ് ആയിട്ട്, അതായത് അതിനകത്ത് നിന്നും എന്തോ കണക്ടിവിറ്റിക്ക് അല്ലാത്തത് കൊണ്ട് വേദന സഹിച്ച് എത്ര രാവിലെ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ പറയുന്നത് 11 മണിക്കൊന്ന്. എത്രയോ രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു 6 മണിക്കൊന്ന്. 11 മണിക്ക് തുടങ്ങുന്ന വിചാരണ രാത്രി അവസാനിക്കുന്നിടം വരെ 7 മണി വരെ നിന്നും നിവർന്നും വാർന്നും ഒക്കെ രക്തത്തിനെ കൺട്രോൾ ചെയ്ത് പിടിച്ച് ഇതിനു വേണ്ടി അദ്ദേഹം സഹിച്ച വേദന, യാതന, സത്യം ജയിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങള് വീണ്ടും നിങ്ങളുടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിനും അപ്പുറമാണ്. കാരണം ആ ഒരു മനുഷ്യന്റെ വരവോട് കൂടിയാണല്ലോ ഇതിലെ ടേണിംഗ് പോയിന്റ് ഉണ്ടായത്, ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുള്ളത്, സത്യം ജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. അപ്പോഴ് അദ്ദേഹത്തെ സഹായിക്കണം, അദ്ദേഹത്തെ മാനസികമായി ബൂസ്റ്റ് ചെയ്യണം. നിങ്ങളൊക്കെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം, നിങ്ങളുടെ ഒരു ഫോൺ കോൾ, നിങ്ങളുടെ ഒരു നല്ല വേർഡ്, ഇതൊക്കെ ഒത്തിരി സഹായിക്കും അദ്ദേഹത്തെ. അതുപോലെ തന്നെ ഒരു ദിവസം ഏതാണ്ട് വിചാരണ സമയത്ത് 40 ദിവസവും കൈത്താങ്ങായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഈ സുഹൃത്തിന് വേറെ ഒരു പണിയും ഇല്ലായിരുന്നു തോന്നുന്നു. ആലോചിക്കുക, 40 ദിവസം ഇദ്ദേഹം ബാലചന്ദ്രകുമാറിന്റെ ഈ തൂങ്ങിയിരിക്കുന്ന വേണ്ടി കയറി തൂങ്ങി എന്ന് പറഞ്ഞ പോലെ ബാലചന്ദ്രകുമാറിന്റെ എർത്തായിട്ട് നടന്ന് ഇദ്ദേഹം 40 ദിവസം കഴിയായിരുന്നു ഈ സുഹൃത്ത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ പറയണേ. അതുകൊണ്ട് എനിക്കറിയാം, രാവിലെ ഓരോ ദിവസവും അദ്ദേഹം എന്നോട് പറയും, ഞാൻ ഇത്ര മണിക്ക് പോകുന്നു സന്തോഷേ, ഇത്ര മണിക്ക് മടങ്ങി വരും. ആ ഓരോ ദിവസത്തെയും വിചാരണ സമയത്ത് അദ്ദേഹം അനുഭവിച്ച ഭാരങ്ങളാണ്. ഒരു ദിവസം രാവിലെ ഡയബറ്റിക്കായ മനുഷ്യനെ രാവിലെ കയറ്റിയിട്ട് വൈകുന്നേരം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ, വൈകുന്നേരം വരെ മൂത്രമൊഴിക്കാൻ പോലും വിടാതെ വൈകുന്നേരം വരെ ഇരുന്ന് ഡയാലിസിസ് ഡയബറ്റിക് പേഷ്യന്റ് വിചാരണ നേരിട്ട ദിവസവുമുണ്ട്. ഒരു കോടതിയിലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉച്ചയ്ക്ക് ബ്രേക്ക് ഉണ്ട് എന്തായാലും. പക്ഷെ ഇദ്ദേഹം പറയുന്നു, രാവിലെ 11 മണിക്ക് കയറ്റിയാൽ രാത്രി 7 മണി വരെ ജഡ്ജിയും മൂത്രം ഒഴിക്കാൻ പോകില്ല, ജഡ്ജിയും ചായ കുടിക്കില്ല, ജഡ്ജിയും ആഹാരം കഴിക്കില്ല, ബാലചന്ദ്രകുമാറിനെയും കഴിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തളർന്നു വന്ന് പിറ്റേ ദിവസം വീണ്ടും പോയ ദിവസങ്ങളുണ്ട്. കാഷ്ടങ്ങൾ ഏറ്റവും അടുത്തടുത്ത് സഹിച്ചിട്ടും, കഷ്ടങ്ങളെന്നല്ല പുള്ളി പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, കാഷ്ടങ്ങൾ ഏറ്റവും അടുത്തടുത്ത് സഹിച്ചിട്ടും വൻ ഓഫറുകൾ ഉണ്ടായിട്ടും താൻ പറഞ്ഞ സത്യം, താൻ കണ്ട സത്യം ജയിക്കണം എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ഇപ്പോഴും മരണം വരെ മരണക്കിടക്കയിലും അതുപോലെ വിശ്വസിച്ച് മുന്നേറുന്ന ഈ മനുഷ്യനൊക്കെ നമുക്ക് പാഠമാകണം. മരണക്കിടക്കാന്ന് പറയുന്നത് 2 കൊച്ചു കുട്ടികളാ ബാലേന്ദ്രകുമാറിനുള്ളത്. ഇയാൾ ഈ സുഹൃത്തെന്ന് സന്തോഷം പറയണത് യവൻ ചത്തുപോകും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറയരുത് സന്തോഷേ. അയാള് തിരിച്ച് പൂർവാധികം ശക്തിയോടെ തിരിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് വേണം പറയാൻ. അതിന് പകരം ഇയാൾ പറയുന്ന കേട്ടില്ലേ, ഇപ്പോഴും മരണം വരെ മരണക്കിടക്കയിലും അതുപോലെ വിശ്വസിച്ച് മുന്നേറുന്ന ഈ മനുഷ്യനൊക്കെ നമുക്ക് പാഠമാകണം. സത്യമായിട്ടും ഞാൻ ഇതില് ഈറ്റില്ല കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ അദ്ദേഹം തന്നെ തിരുത്താണ്, ഈറ്റില്ല അല്ലല്ലോ,
എന്തോ വേറെ ഉണ്ടല്ലോ. ഇത്തിരി കൊള്ളും ഞാൻ അതിൻ്റെ അകത്ത്. എന്തിര് കൊള്ളൂ എന്തൊക്കെ പറഞ്ഞു പുള്ളി. ആ അതുപോലെ സത്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ സത്യമുണ്ടെന്ന് വിശ്വസിച്ചിറങ്ങിയ മനുഷ്യന്. പക്ഷെ അദ്ദേഹത്തെ നേരിടേണ്ടി വന്ന സത്യം ഒന്നുമല്ല. ഒരുപാട് കുതന്ത്രങ്ങളെ നേരിടേണ്ടി വന്നു എന്നത് മറ്റൊരു ഇതാണ്. അതുകൊണ്ട് ആവുന്ന സപ്പോർട്ട് കൊടുത്ത് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ മാനസികമായും ബൂസ്റ്റ് ചെയ്യണം. ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രം പോരാ. മാനസികമായും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ കരങ്ങൾ, നിങ്ങൾ കൂടേണ്ടുന്ന ഒരു ഇതുകൂടി ഉണ്ടാകണം. ഇന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ മുതൽ എൻ്റെ ഒരു അഭ്യർത്ഥന അനുസരിച്ച് ഒരുവൻ പോലും ഒരു സത്യം കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു പറയില്ല, അല്ലെങ്കിൽ മുന്നോട്ട് വരരുത്. അതായത് ബാലചന്ദ്രമേനോനെ നമ്മൾ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നാളെ സത്യം പറയാൻ ഒരാളും മുന്നോട്ട് വരില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ സന്തോഷ്, എൻ്റെ പൊന്ന് സന്തോഷേ, പാല് തന്ന കയ്യിൽ കൊത്തരുത്. ദിലീപിന്റെ ഔദാര്യത്തിൽ ദിലീപ് ഒരു സിനിമയിൽ ഡേറ്റ് തരാം, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കാൻ ഭക്ഷണവും വാങ്ങിക്കൊടുത്ത് തീറ്റിയും കുടിയും എല്ലാം എന്ന് വെച്ചോളൂ കൊടുത്ത് ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ച് വർഷങ്ങളോളം അയാളുടെ ചെലവിൽ കഴിയുക. അയാളിൽ നിന്ന് കാശ് നാട്ടിൽ പോകുന്നു എന്ന് പറയുമ്പോഴൊക്കെ 1000ങ്ങളും 2000ങ്ങളും 10,000ങ്ങളും 50,000ങ്ങളും വാങ്ങിക്കുക. അയാൾ കൊടുത്ത കാശ് കൊണ്ട് ഒരു മന്ദിരം കെട്ടുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് 2 പടം എനിക്ക് ആരെങ്കിലും ജോഷി സാറിനെ പോലെ, സത്യനന്ദിക്കാടിനെയൊക്കെ പോലുള്ള ഏതെങ്കിലും, ലാൽ ജോസിനെയൊക്കെ പോലുള്ള ഏതെങ്കിലും ഒരു സംവിധായകൻ ചെയ്ത ശേഷം, അത് വിജയിച്ച ശേഷം നമുക്ക് അടുത്ത് നിങ്ങളുടെ പടം ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാളെ കോടതി കയറ്റാൻ കള്ള തെളിവുകളുമായിട്ടും കള്ളങ്ങളുമായിട്ടും എന്തെല്ലാം പറഞ്ഞു നിങ്ങൾക്കറിയോ? എന്തെല്ലാം എന്നോട് പറഞ്ഞതാണെന്നേ. എനിക്ക് തെളിവൊന്നുമില്ല. ഞാനിതൊന്നും ഷൂട്ട് ചെയ്ത് വെക്കുകയോ ഫോൺ റെക്കോർഡ് ചെയ്ത് വെക്കുകയോ ചെയ്യുന്ന ആളല്ല. നെയ്യാറ്റിൻകരയിലുള്ള ഒരു പിതാവിനെ, ഒരു പള്ളിയിലെ സഭാധ്യക്ഷനെ, അയാൾ പഠിപ്പിച്ച കുട്ടിയാണ് ഇയാൾക്ക് ജാമ്യം കൊടുക്കേണ്ട ജഡ്ജി. അയാളെ പോയി കാണാനായിട്ട് ഒരു ബെൻസ് കാറും 10 ലക്ഷം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാനും തന്നാൽ ഞാൻ ഈ പിതാവിനെ കൊണ്ടുപോയി എറണാകുളത്ത് കൊണ്ട് ചെന്ന് ജാമ്യം വാങ്ങി കൊടുക്കാമെന്ന് എന്നോട് പറഞ്ഞ ആളാണ്. ഞങ്ങൾക്ക് നിങ്ങൾ എന്തിനാ എന്താ പറയണേ? അല്ല, ഇപ്പോഴേ ദിനേശ് ചേട്ടാ, നിങ്ങൾ പറഞ്ഞാൽ അനൂപും മറ്റേ വക്കീലും വിശ്വസിക്കും. ആര്? ദിലീപിന്റെ അളിയനും വിശ്വസിക്കും. നിങ്ങൾ വിളിച്ചൊന്ന് പറ, ബാലചന്ദ്രകുമാറിന്റെ 10 ലക്ഷം രൂപയും ഒരു ബെൻസ് കാറ് വാടകയ്ക്ക് എടുത്ത് കൊടുത്താൽ നെയ്യാറ്റിൻകരയെ പിതാവ് ആ കാറ് കയറി എറണാകുളത്ത് ചെന്ന് കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി കോടതിക്കകത്ത് ഈ പിതാവ് കയറി ചെന്ന് എണീറ്റിരിക്കുമെന്നാണ് ഇദ്ദേഹം ഈ വങ്കതരൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ബാലചന്ദ്രകുമാറെ, ഞാൻ ഇതൊന്നും പറയില്ല. കാരണം എനിക്കിതൊന്നും ഒരു ജോലിയല്ല. ഞാൻ ബാലചന്ദ്രകുമാർ പറയുന്ന ഒരു കാര്യവും കേൾക്കുമെന്നുള്ളതല്ലാതെ ഇതൊന്നും ദിലീപിനോട് പറയില്ല, ദിലീപിന്റെ അനിയനോട് പറയില്ല, അളിയനോട് പറയില്ല. അതൊക്കെ ബാലചന്ദ്രകുമാർ ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഇനിയും പറയാമോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ചർച്ചയിലൊക്കെ. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അഡീഷണൽ ADGP ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സഹോദരി ഒരു ജഡ്ജിയാണ് അത്ര, എനിക്കറിയില്ല. ആ ജഡ്ജിയും ഈ വിധി പറയാൻ പോകുന്ന ജഡ്ജിയും കൂട്ടുകാരാണ്. അവരോട് സംസാരിച്ച് ഞാൻ ഇതൊരു ധാരണയിലെത്താം. പക്ഷേ ADGP ശ്രീജിത്തിന് 10 ലക്ഷം രൂപ കൊടുക്കും. ഞാൻ പറഞ്ഞു, ബാലേന്ദ്രവും പറയും, ഞാനുമായിട്ട് നല്ല ബന്ധമാണ് കേട്ടോ, ചേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പോലീസുകാരൻ്റെ ഒരു സഹായം വേണ്ട. ഞാൻ ഒരു പോലീസുകാരോടും ചങ്ങാത്തം കൂടാറില്ല. എൻ്റെ സീരിയലിൽ അഭിനയിച്ച DYSP ആയിരുന്ന, തിരുവനന്തപുരത്ത് പെൻഷനായ ഒരു DSP ഉണ്ട്, അദ്ദേഹം അടക്കം, അല്ലെങ്കിൽ ACP ആയിരുന്ന വേണുഗോപാൽ സാർ അടക്കം ഒരുപാട് പോലീസുകാരെ ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു പോലീസുകാരനോടും ചങ്ങാതം കൂട്ടിയിട്ടില്ല. കാരണം എനിക്ക് പോലീസ് കേസുകളൊന്നുമില്ല. എൻ്റെ പേരിൽ, ചാനലിൻ്റെ പേരിൽ സൈബർ കേസ് ഉണ്ടെങ്കിലും ഞാൻ വളഞ്ഞ വഴി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമായ രീതിയിൽ എന്തെങ്കിലും ഞാൻ ചെയ്യുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പോലീസുകാരുടെ സപ്പോർട്ട് വേണ്ട. എന്ന് മാത്രമല്ല, പോലീസുകാരോട് കൂട്ടുകൂടുന്നത് സൂക്ഷിക്കണമെന്ന് പല അനുഭവസ്ഥരും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു പോലീസുകാരുമായിട്ട് ചങ്ങാത്തമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീജിത്ത് IPSന്റെ ഒരു സഹായവും വേണ്ട ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഞാനിതൊക്കെ പറയുന്നു, തുറന്ന് എത്ര വർഷമായിട്ട് പറയുന്നു. അപ്പോൾ ഈ 10 ലക്ഷം വെച്ച് വാങ്ങിക്കാമെന്ന് ബാലേന്ദ്രകുമാർ കരുതിയെന്ന് തോന്നുന്നു. അപാര ബുദ്ധിമാനായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ദൈവഭാഗ്യമുള്ളവനോണ്ടായിരിക്കാം, ദിലീപിന്റെ അനിയനോ അളിയനോ ഒന്നും ഈ പറഞ്ഞ ഒരു കെണിയിലും വീണില്ല. അങ്ങനെ വീഴാതെ പോയപ്പോൾ ബാലചന്ദ്രകുമാർ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണെന്നേ, ഒരു 10 ലക്ഷം രൂപയും ഒരു ബെൻസ് കാറും കൊടുത്താൽ പിതാവ് പോയി ജഡ്ജിയോട് സംസാരിക്കും. ഞങ്ങളുടെ അങ്ങനെയൊക്കെ ജഡ്ജി സംസാരിക്കാം. പിന്നെ പഠിപ്പിച്ച ആളല്ലേ, അധ്യാപകനല്ലേ, സംസാരിക്കാം. എന്നോട് പിതാവ് പറഞ്ഞു ചെയ്യാമെന്ന്. എന്നിട്ട് ആ പള്ളിയുടെ മുമ്പ് നിന്നാണ് ലൈവിൽ എന്നെ കാണിച്ചു തരാണ്. ഞാൻ ഈ പള്ളിയുടെ മുമ്പ് നിൽക്കുകയാണ്, പിതാവ് താമസിക്കുന്ന സഭയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കേട്ടു, ഈ ജഡ്ജിമാരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുക. ചേട്ടൻ എന്തിനു വിചാരിക്കുന്ന ചേട്ടാ? പണം ഉണ്ടെങ്കിൽ എന്താ നടക്കാത്ത? ചേട്ടനത് അറിഞ്ഞിടാത്തോണ്ടാണ്. ഇവിടെ ചീഫ് ജസ്റ്റിസിനെ സ്വാധീനിക്കാൻ പറ്റും ചേട്ടാ. ഇവിടെ ഒരു മലയാളിയായ ചീഫ് ജസ്റ്റിസ് ഡൽഹി ഇരുന്നപ്പോൾ അയാളുടെ അനന്തരവൻ എത്ര കോടി ഉണ്ടാക്കിയെന്ന് ചേട്ടൻ അറിയാമോ? എനിക്കറിയാമോ? ഞാനിതൊന്നും അന്വേഷിക്കുന്ന ആളല്ലല്ലോ. അപ്പം അതുകൊണ്ട്
ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രം പോരാ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇയാളെ പോലെ ഒരാള് ജയിച്ചില്ല എങ്കിൽ ഇവിടെ സത്യം നിലനിൽക്കില്ല എന്ന് പറയുന്ന സന്തോഷിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു സന്തോഷേ, വിശ്വസിച്ച് സന്തോഷിന്റെ വീട്ടിൽ കയറ്റിയാൽ സന്തോഷം സംസാരിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷം ഭാര്യയും സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വേറെ വഴിവിട്ട കാര്യങ്ങളെന്ന് വെച്ചോ, അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുന്നതിന് എങ്ങനെ സത്യസന്ധനാവും എൻ്റെ പൊന്ന് സന്തോഷേ? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഇവർക്കൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ താഴെ വന്ന് തെറി എഴുതുന്നവന്മാർക്ക് ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എനിക്ക് അതിശയം തോന്നുന്നു. കാരണം സാജസ്കറിയുടെ പ്രോഗ്രാമിന്റെ താഴെയും വന്ന് ദിലീപ് പെണ്ണുപിടിയനാണ്, ദിലീപ് കള്ളനാണ്, ദിലീപ് പറ്റിച്ചവനാണ്, ദിലീപ് തന്നെയാണ് ഈ കേസ് നടത്തിയത്, പൈസ കൊണ്ട് എന്തും നേടാമെന്ന് വിചാരിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത്. നിങ്ങളൊന്നും ആലോചിക്കണ്ടേ? അയാൾ ഇതിൽ അയാളെ കണക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും കിട്ടിയെങ്കിൽ അയാളെ ശിക്ഷിക്കട്ടെന്നേ. ഞാൻ പറഞ്ഞ തൂക്കിക്കൊല്ലണം. അയാൾക്ക് 2 പെൺമക്കളുള്ള ആളാണ്. അയാൾ അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ. പക്ഷെ അതില്ലാതെ ബാലചന്ദ്രകുമാറാണ് സത്യസന്ധൻ. ഇതുപോലെ ഒരു സത്യവാനെ കണ്ടിട്ടില്ല. കാരണം കാവ്യമാധവൻ കാത്തിരിക്കും അത്രേ, ഇയാൾ ചെന്ന് ഉണ്ടില്ല എങ്കിൽ അവൾ ഉണ്ണില്ല പറയുന്ന 2 അർത്ഥത്തിലാണ് പറയുന്നത്. ഞാൻ വരാൻ വേണ്ടി എത്രയോ ദിവസം കാവ്യമാധവൻ കാത്തിരുന്നിട്ടുണ്ട്. എന്നിട്ട് അഥവാ കാത്തിരുന്നു എന്ന് വെച്ചോളൂ, ആ ബാലചന്ദ്രകുമാറിന് വെലോളിക്ക് കൊടുക്കുന്നത് പോലെ സാമ്പാറും അവിയലും ചിക്കനും മീനും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന കാവ്യമാധവനും ദിലീപും ഒക്കെ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നവനെ എന്താ വിളിക്കേണ്ടേ? നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞാൻ എന്തായാലും ഇല്ല. അപ്പോ അയാൾ സന്തോഷം വീണ്ടും പറയാണ്, കാരണം പ്രബലനാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ, അതുപോലെ ശക്തിയുള്ള അയാൾക്ക് എതിരെ ആണെങ്കിൽ ഇവിടെ നീതിയും ന്യായവും ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഇത് നീതിയും ന്യായവും കണ്ടേ പോകത്തുള്ളൂ. കാരണം നീതിയും ന്യായത്തിനും വഴി തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. സപ്പോർട്ട് ചെയ്യണം. ഇതൊരു റിക്വസ്റ്റ് ആണ് എന്നാണ് ആ സുഹൃത്ത് സാജൻ അയച്ച ഓഡിയോ മെസ്സേജ്. വീണ്ടും സാജൻ പറയുന്നു, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ മരണത്തോട് മല്ലടിച്ച് ICUവിൽ കഴിയാണ് ഇപ്പോൾ ബാലചന്ദ്രകുമാർ. അദ്ദേഹത്തിന് വരാത്ത രോഗങ്ങൾ ഒന്നും ഇനി ബാക്കിയില്ല. കിഡ്നിയിലെ കല്ലെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പോയപ്പോൾ അത് കിഡ്നി രോഗമായി മാറിയതിന്റെ ചരിത്രം ഞെട്ടിക്കുന്നതാണ്. ബാലചന്ദ്രകുമാറിന് ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് പുറത്ത് ഇറങ്ങണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരൂ എന്ന് ഷീബ ആവശ്യപ്പെടുന്നു. ഷീബയ്ക്കും ഷീബയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും താങ്ങാൻ കഴിയുന്നതിന് അപ്പുറം അവർ പണം മുടക്കിയിരിക്കുന്നു. സത്യത്തിന് വേണ്ടി നിലകൊണ്ട എൻ്റെ ഭർത്താവിന് ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷീബ ബന്ധപ്പെട്ടത്. പ്രേക്ഷകർ തീരുമാനിക്കും. ബാലചന്ദ്രകുമാർ രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ ജീവൻ കാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയും സുഹൃത്തുക്കളും പരിശ്രമിക്കുമ്പോൾ ദിലീപിനെതിരെ മൊഴികെടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച പോലീസോ അതിന് ചട്ടം കൂടിയ സാമൂഹ്യ പ്രവർത്തകരോ ഒന്നും പരിസരത്ത് എങ്ങുമില്ല എന്നാണ് സാജൻ പറയുന്നത്. അതായത് ബൈജു പൗലോസ് അടക്കം ചാട്ര കൊച്ചിരാമ എന്ന് പറഞ്ഞ് ചാടി കളിപ്പിച്ച ബാലചന്ദ്രകുമാറിന് ഇങ്ങനൊരു രോഗാവസ്ഥ വന്നപ്പോൾ ഈ പറയുന്ന ശ്രീജിത്ത് IPS അല്ലെങ്കിൽ ഈ പറയുന്ന ബൈജു പൗലോസോ അടക്കമുള്ള ഒരാളും ആ പരിസരത്തെങ്ങും വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിലേക്ക് പോകുന്ന TB ബിനി എന്ന് പറഞ്ഞ വക്കീലടക്കം ഒരാളും ബാലചന്ദ്രകുമാറിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് സാജൻ പറയുന്നത്. പരിസരത്ത് പോലും അവരില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒറ്റപ്പെട്ട് ജീവന് വേണ്ടി നിലവിളിക്കുമ്പോൾ ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ തോന്നുന്നുവെങ്കിൽ സഹായിക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പറാണ് ഇതോടൊപ്പം കൊടുക്കുന്നത്. ഒപ്പം ഈ ബാർകോഡ് സ്കാൻ ചെയ്തു പണം കൊടുക്കാം. ആർക്കെങ്കിലും ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ ഇതിലുള്ള ഈ നമ്പറിൽ പേ ചെയ്യാം. ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ മറുനാടനോട് ഇങ്ങനൊരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് സാജനും കൈയൊഴിഞ്ഞു. കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് എന്നാണ് സാജൻ പറയുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, സാജ, താങ്കള് വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കരുത്. ആദ്യം ഒരു മാതൃക കാണിക്കൂ സാജ. നിങ്ങൾ എത്രയോ എപ്പിസോഡ് ബാലചന്ദ്രകുമാറിനെ വെച്ച് ചെയ്തതല്ലേ, അതിൽ എത്രയോ രൂപ നിങ്ങൾക്ക് കിട്ടിയതല്ലേ. മാസം ഒരു 80 ലക്ഷം രൂപയ്ക്ക് എന്തിനു സാജ ഒരു മനുഷ്യന് ജീവിക്കാൻ? എനിക്കൊരു മാസം ഒരു 5 ലക്ഷം രൂപ കിട്ടിയാൽ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചേനെ. 80 ലക്ഷം രൂപയൊക്കെ കിട്ടുമ്പോൾ എങ്ങനെ സാജ ഈ പൈസ എന്ത് ചെയ്യും? നിങ്ങൾ ബ്ലാക്ക് മണി ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഭാര്യയ്ക്കാണെങ്കിൽ വലിയ എമൗണ്ട് കിട്ടുന്ന ജോലിയുള്ള ആളാണ് കേന്ദ്ര ഗവൺമെന്റ്. അതുകൊണ്ട് സാജ ഒരു കാര്യം ചെയ്യും സാജ, ഒരു 10 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്ത് മാതൃക കാണിക്കും. ഇതാ ഞാൻ നിങ്ങളെ വെച്ച് ഇത്രയും പ്രോഗ്രാം ചെയ്ത് ഇത്രയും ലക്ഷം രൂപ ഉണ്ടാക്കി, ഞാനിതാ 10 ലക്ഷം രൂപ ഇടുന്നു ഇയാളുടെ ചികിത്സാ ചെലവിലേക്ക്. ഇനി ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും
ഗൂഗിൾ പേയോ എന്ത് കുന്തോ ചെയ്ത് 5 10 100 1000 10,000 ലക്ഷങ്ങളോ ഇടൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മാന്യതയുണ്ടായിരുന്നു സാജ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രോഗ്രാം നിർത്തുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഷീബ കേൾക്കാൻ വേണ്ടിയാണ്, ബാലചന്ദ്രകുമാർ കേൾക്കാൻ വേണ്ടിയാ പറയാണ്. എന്തായാലും നിങ്ങളെ ഇനി സ്വാധീനിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ മൊഴിയെല്ലാം എടുത്തു. ഇനി വിധിയല്ലേ പറയാനുള്ളൂ. അതുകൊണ്ട് കോടതി അലക്ഷ്യമാവില്ല. ബാലചന്ദ്രകുമാറോ ഷീബയോ എന്നെ വിളിച്ച് വല്ലാത്ത ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണ്. ഞങ്ങളെ ജീവിക്കാൻ, ഞങ്ങളും 2 കുട്ടികൾക്കും ജീവിക്കാൻ വേണ്ടി ആ ദിലീപ് വെച്ച് തന്ന വീട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ദിലീപേട്ടനോട് പറഞ്ഞ്, ദിലീപ് സാറിനോട് പറഞ്ഞ് ചെയ്തു തരണം എന്ന് എന്നോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യിച്ചു തരാം. ഞാൻ ദിലീപിനെ വിളിച്ചിട്ട്, ദിലീപേ നിങ്ങൾ എത്ര കോടി രൂപ ഇപ്പോൾ ഈ കേസിന് വേണ്ടി കളഞ്ഞു? ഒരു 10 100 കോടി രൂപ തീർന്നു കാണും. നിങ്ങൾക്കാണെങ്കിൽ ആവശ്യത്തിലധികം നിങ്ങൾ വളരെ താഴേക്കിടയിൽ നിന്ന് വന്ന് വലിയ കോടീശ്വരനായ ആളല്ലേ. നിങ്ങൾ ആർക്കെല്ലാം വീട് വെച്ചു കൊടുത്തു, ആർക്കെല്ലാം എന്തെല്ലാം സഹായിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഞാനൊരു ഷൂട്ട് സ്ഥലത്ത് ആ സാന്റോയൊക്കെ ആയിട്ട് അഭിനയിച്ച ഒരു ഷൂട്ട് സ്ഥലത്ത് പോയിട്ട് തിരിച്ചു പോകാനായിട്ട് എനിക്കൊരു ഇന്നോവ കാറ് പട്ടണ റഷീദ് ഏർപ്പാടാക്കി തന്നു. ഞാൻ ആ കാറിൽ പോകാനായിട്ട്, അപ്പം ആരോ കൂടെ വരാനുണ്ട്. ഞാൻ ആ കാറിൽ ഇരിക്കുമ്പോൾ കാറിന്റെ മുന്നിലോട്ട് നോക്കിയിരിക്കുന്ന ഡ്രൈവർ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് പരിചയമില്ലല്ലോ, ഞാൻ പുറകിലാണ് കയറിയത്. ആ മുന്നിലോട്ടിരിക്കുന്ന ഡ്രൈവർ എന്നോട് പറഞ്ഞു, സാർ, ദൈവപുത്രനായിട്ടാണ് താങ്കളെ എന്നെപ്പോലുള്ളവർ കാണുന്നത്. ഞാൻ കേട്ടോ, അതെന്ത്, നമ്മൾ ഈ ദൈവമായിട്ടൊന്നും വലിയ ബന്ധമുള്ള ആളല്ലല്ലോ. അല്ല സാർ, സാറ് ദിലീപ് സാറിന് വേണ്ടി ഒരുപാട് ചർച്ചകളിൽ സംസാരിച്ചത് കണ്ടിട്ടുണ്ട്. സാറിനറിയോ സാർ, ഈ കാറേ കൊച്ചിൻ അനീഫ എന്ന് പറഞ്ഞ നടന്റെ വീട്ടുകാർ ജീവിക്കുന്നത് ഈ കാറ് കൊണ്ടാണ്. ഞാൻ കേട്ടോ, അതെങ്ങനെ സാർ? ഈ കാറ് ദിലീപ് സാറ് കൊച്ചിൻ അനീഫയുടെ വീട്ടുകാർക്ക്, ഭാര്യയ്ക്കും 2 മക്കൾക്കും ജീവിക്കാൻ വേണ്ടി വാങ്ങിയ കാറാണ്. ഈ കാർ ഓടിക്കിട്ടുന്ന എത്ര രൂപ കിട്ടിയാലും, ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എത്ര ആയിരം കിട്ടിയാലും അത് അതുപോലെ കൊണ്ടുവന്ന് കൊച്ചിൻ അനീഫ സാറിന്റെ ഭാര്യയുടെ കയ്യിലാണ് ഞാൻ കൊടുക്കുന്നത്. ഇദ്ദേഹം ജയിലിലായപ്പോൾ ഈ കാറിന് ഓട്ടമില്ലാതായി സാർ. അത്രയും കാലം അവർക്ക് 10 പൈസ വരുമാനമില്ല. ഈ കാറിന് ഇപ്പോൾ ഏതാണ്ട് 2-2.5 ലക്ഷം രൂപ ചെലവായി സാർ നന്നാക്കാൻ. ആ 2.5 ലക്ഷം രൂപയും ദിലീപ് സാറാണ് തന്നത്. അതുകൊണ്ട് ഈ കാർ ഓടിയാൽ ഒരു പൈസയും അതിൽ നിന്ന് വേറെ എടുക്കില്ല സാർ. അതുപോലെ കൊണ്ടുവന്ന് കൊച്ചിൻ അനീഫയുടെ വീട്ടിൽ കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് ദിലീപ് എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് പറയുന്നു, ഷീബയോ ബാലചന്ദ്രകുമാറോ എന്നെ വിളിച്ചിട്ട് ഞങ്ങള് ഈ നുണ പറയാനായിട്ട് കൂട്ടുനിന്ന എല്ലാ പേരും ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരുത്തരും ഞങ്ങളെ സഹായിച്ചില്ല. ഈ പ്രോഗ്രാം ചെയ്ത സാജസ് കറിയ പോലും ഒരു ചായയുടെ ചില്ലി കാശ് തന്നിട്ടില്ല. ദിനേശ് ചേട്ടാ, ആ ദിലീപ് സാറിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കുറച്ച് കാശ് വാങ്ങിത്തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഷീബ, ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ബാലചന്ദ്രകുമാറെ, ദിലീപിന്റെ കാലെ പിടിച്ചിട്ടായിരിക്കും ശരി, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും വാങ്ങിത്തരാം. പക്ഷെ എന്നെ വിളിച്ച് നിങ്ങൾ പറയണം. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. കാരണം ഇനിയിപ്പം നിങ്ങളെ സ്വാധീനിക്കാനൊന്നും പറ്റില്ലല്ലോ. കേസ് കഴിഞ്ഞില്ലേ, വിചാരണ കഴിഞ്ഞല്ലോ, ഇനി സ്വാധീനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോടതി അലക്ഷ്യം ഒന്നും ആവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പറയൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞാൽ ദിലീപിനോട്, ദിലീപേ, ആ നിങ്ങളെ ദ്രോഹിച്ച ബാലേന്ദ്രകുമാർ മരണത്തിനും ജീവിതത്തിനും ഇടയിലെന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ അയാളെ കണ്ടിട്ടില്ല. കാരണം ദുഷ്ടനെ കണ്ടാൽ ദൂരെ ദൂരെ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അയാളുടെ ഒരു അവസ്ഥ മോശമാണ്. എന്നെ അയാൾ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഭാര്യ വിളിച്ചിരുന്നു. ജീവിക്കാൻ നിവൃത്തിയില്ല, ദിലീപ് സാറിനോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളൊരു 10 ലക്ഷം രൂപ എനിക്ക് വേണ്ടി. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ബാലചന്ദ്രകുമാർ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞത്, ദിനേശ് ചേട്ടാ നിങ്ങൾക്ക് പടമില്ല, സീരിയലില്ല, വാടക വീട്ടിൽ താമസം, നിങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോകുന്നു? അവന് ഒരുപാട് കടമുണ്ട്, ലക്ഷങ്ങൾ ഇപ്പോഴും ഉണ്ട്, ലക്ഷങ്ങളുടെ കടങ്ങൾ, ബാങ്കിൽ ജപ്തി, വയലൊക്കെ ജപ്തി ആവാവുന്ന ഘട്ടത്തിൽ കിടക്കുക. ഒരുപാട് സാമ്പത്തിക ക്രൈസിസ് ഉള്ള ആളാണ് ഞാൻ. ദിനേശ് ചേട്ടാ ഒരു കാര്യം ചെയ്യാം, അക്കൗണ്ട് നമ്പർ ഇതാ, എന്നിട്ട് എന്ത് ഒരു 10 ലക്ഷം രൂപ അതിലിട്ട് തരാം. ഞങ്ങളുടെ ആരും ഇട്ട് തരും? അത് ഞാൻ ദിലീപ് സാറിന്റെ പറഞ്ഞിട്ട് തരാം. എന്നിട്ട് ആ 10 ലക്ഷം രൂപ എടുത്ത് ചേട്ടൻ തൽക്കാലം പിടിച്ചു നിൽക്കി. എന്നിട്ട് അല്ല, ചേട്ടൻ അത് നാണക്കേടായിട്ട് തോന്നുകയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ തവണ വ്യവസ്ഥയിലായാലും മതി. ചേട്ടന് സീരിയലോ സിനിമയോ കിട്ടുമ്പോൾ തിരിച്ചു കൊടുത്തോ, അദ്ദേഹം വാങ്ങിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് സീരിയലോ സിനിമയും കിട്ടിയില്ലെങ്കിലോ? അല്ല, അങ്ങനെയൊക്കെ പറയാതെ ചേട്ടാ, ചേട്ടാ അക്കൗണ്ട് നമ്പർ ഇതാ. ഞാൻ കൊടുത്തില്ല. ഞാൻ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാലചന്ദ്രകുമാറിന് എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് ദിലീപ് അതിലൊരു 10 ലക്ഷം രൂപ ഇട്ടിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? ഈ ക്യാമറയുടെ മുന്നിൽ ചങ്കൂറ്റത്തോടെ നെലിഞ്ഞു നിന്ന് സംസാരിക്കാൻ പറ്റും? എങ്കിലും ഞാൻ പറയുന്നു, ബാലചന്ദ്രകുമാറെ, നിങ്ങൾ എല്ലാത്തിലും, ഇപ്പം ADGP കൊടുക്കാനായാലും ശരി, ജഡ്ജിക്ക് കൊടുക്കാനായാലും ശരി, മറ്റേ പള്ളിയിലച്ഛൻ കൊടുക്കാൻ എല്ലാം 10 ലക്ഷമാണല്ലോ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 10 ലക്ഷം രൂപ ദിലീപിന്റെ കാലെ പിടിച്ചെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് തരുമ്പെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ദിലീപേ, ആ ബാലചന്ദ്രകുമാറിന് ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാമെങ്കിൽ നിങ്ങൾ ഞാൻ കൊണ്ടു കൊടുക്കാം എന്നൊരു വാങ്ങിച്ച് ഞാൻ നെല്ലിമുട്ടിലെ വീട്ടിൽ കൊണ്ട് തരാം. പക്ഷേ ഷീബയോ ബാലചന്ദ്രകുമാറോ എന്നെ വിളിച്ച് പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് മാത്രം അടിക്കരുത് സാജ.
നിങ്ങൾക്ക് ഇത്രയും ഭീമമായ തുക വന്ന് കയറുമ്പോൾ ഒരു വർഷം എത്ര രൂപയുടെ വരുമാനം എന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് അസൂയ തോന്നുന്നു നിങ്ങളോട്. അതിൽ നിന്നൊരു 10 ലക്ഷം രൂപ കൊടുക്ക് സാജ. എന്നിട്ട് പറ, ഞാനിതാ 10 ലക്ഷം ഇട്ടു. ഇയാളെ വിറ്റ് കാശാക്കിയ യൂട്യൂബർമാർ, ഇയാളെ കൊണ്ട് സാക്ഷി പറയിച്ച് ഇവിടെ കേസിൽ ദിലീപിനെ കുരുക്കാനായിട്ട് നടന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, വക്കീലന്മാരും മറ്റവരും മറിച്ചരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം. ഈ നന്ദി കെട്ടവരാരും അയാളെ സഹായിക്കാത്തതുകൊണ്ട് ഞാനിതാ 10 ലക്ഷം ഇടുന്നു. ബാക്കി ഈ കാണുന്ന പ്രേക്ഷകർ ഇടൂ, 100 രൂപ 1000 രൂപ വെച്ച് ഇടൂ എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുണ്ടായിരുന്നു സാജ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സാജ ഇനിയിപ്പോൾ ലക്ഷക്കണക്ക് 10-20 ലക്ഷം വ്യൂവേഴ്സൊക്കെ ഉള്ള ചാനലുള്ള ആളാണ് മറുനാടൻ. അതിലൊന്നും കയറി എന്നെ അപമാനിക്കരുതേ സാജ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാലചന്ദ്രകുമാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കള്ളം പറയല്ല ബാലേന്ദ്രകുമാർ, നീ തിരിച്ചു വരണം. കാരണം നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വിധി പറയുമ്പോൾ ബാലചന്ദ്രകുമാർ ഈ നാട്ടിലുണ്ടാവണം. സത്യം ജയിച്ചു എന്ന് അറിയുന്നത് കേൾക്കാൻ ബാലചന്ദ്രകുമാർ ഈ നാട്ടിലുണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സത്യമേവ ജയതേ എന്നാണല്ലോ പറയാറ്. ദിലീപ് കുറ്റവിമുക്തനായി കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാൻ ബാലചന്ദ്രകുമാർ ജീവിച്ചിരിക്കണമെന്ന് ദൈവത്തോട്, ഞാൻ കണ്ടിട്ടില്ലാത്ത, എനിക്ക് വിശ്വാസമില്ലാത്ത ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.